നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നിർബന്ധമായിട്ട് എടുക്കേണ്ട എന്ത് കാര്യമുള്ളത്? ട്രേഡ് ലൈസൻസ്. അതെ, അതേ നിർബന്ധമാണ് ഒരു ബിസിനസ് ഇന്ന് നമ്മൾ ലോകത്തിൽ എവിടെ തുടങ്ങിയാലും അതിൻ്റെ കൂടെ അവരുടെ ഒരു ഓൺലൈൻ സ്റ്റോർ ഫ്രണ്ട്. നമുക്ക് രണ്ടാക്കുണ്ട്. ഇ-കൊമേഴ്സ് ബിസിനസ് ആണ്. അതെ, അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും മനസ്സിലായി ഞങ്ങൾക്കും ഒരു ഇ-കൊമേഴ്സ് സ്റ്റോർ ഉണ്ടാവണം. എന്റെ പഴയ പരിപാടി തന്നെയാണ്. അതെ, പക്ഷെ ഈ കൊമേഴ്സിനുള്ള നിധി അവിടെ ഉണ്ട്. കൊറോണയാണ് അതിന്റെ ഐ ഓപ്പണർ ആയത്. യെസ്, ഇ-കൊമേഴ്സിനെ പ്രോപ്പർലി എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മൈൻഡ് സെറ്റ് മാത്രം ഒന്ന് മാറ്റിയാൽ മതി. വേൾഡ് വൈഡ് ഇ-കൊമേഴ്സിന് ഇത്രയധികം പെനിട്രേഷൻ അല്ലെങ്കിൽ ഇത്രയധികം ബൂം വന്നത് കൊറോണയ്ക്ക് ശേഷമാണ്. അതാണ് നമ്മളുടെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ്. ഒട്ടകത്തെ വിറ്റാള് നിങ്ങൾ മാത്രമേ ഉണ്ടാവും. നാട്ടിൽ നിന്ന് ഇപ്പോൾ ജോലിക്ക് വരുന്ന ആളുകൾ, ഇവിടെ വരുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് ആയിട്ട് ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആളുകളുണ്ടാവും. നമ്മൾ ബാക്കിയുള്ള സ്കില്ലുകളെല്ലാം പഠിക്കുന്നതിന് മുമ്പ് നമ്മളെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാനുള്ള സ്കില്ലാണ് പഠിക്കേണ്ടത്. ഇൻവെസ്റ്റ് ഓൺ യു. പക്ഷെ അവള് അതിൽ സന്തുഷ്ടയാണ്, മനസ്സിലായോ? അതായത് 9-8 വർഷം മുമ്പ് തുടങ്ങിയ ഒരു ബിസിനസ്, വീട്ടിൽ നിന്ന് തുടങ്ങിയ ഒരു ബിസിനസ് ഇന്ന് ഏകദേശം 35 രാജ്യങ്ങളിലുള്ള കസ്റ്റമേഴ്സിന് അവളുടെ പ്രൊഡക്റ്റ് എത്തിച്ചു. നമ്മളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, നമ്മളുടെ കസ്റ്റമേഴ്സിന് നല്ല വാല്യൂ കൊടുക്കുക, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ടൈംലി ഡെലിവറി ചെയ്യുക. അപ്പോൾ നമുക്ക് കഥ പറയാം. പിനാക്കിൾ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്, നമ്മൾ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഇ-കൊമേഴ്സ് ബിസിനസ്സുകാരെ ക്രിയേറ്റ് ചെയ്യുന്ന സദാ ഇ-കൊമേഴ്സിനെ കുറിച്ചിട്ട്, സദാ ഇ-കൊമേഴ്സ് മാത്രം തപസ്സാക്കിയ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്. മിസ്റ്റർ വസീം, സുഖമല്ലേ? പിന്നെ എങ്ങനെയുണ്ട് കച്ചവടമല്ലോ? ഉഷാറായിട്ട് എന്നും ഉഷാറാണ്. നിങ്ങൾ ഈ ചിരി മാത്രം മതി നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ. നമുക്ക് രണ്ടാക്കുണ്ട്. അപ്പൊ നമുക്ക് കഥ പറയാം. ഇവിടെ ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുക. ഇപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഇ-കൊമേഴ്സ്. ട്രഡീഷണൽ ബിസിനസ്സുകാർക്കും അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ച ഒരു കാലത്താണ് നമ്മളുള്ളത്. അപ്പം ഒരു തുടക്കക്കാർക്കായാലും അല്ലെങ്കിൽ ട്രഡീഷണലായിട്ട് ബിസിനസ് ചെയ്യുന്ന ആർക്കായാലും ഇ-കൊമേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്കൊന്ന് പറഞ്ഞു കൊടുത്താലോ? പറയാം. ഇത് ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എല്ലാവർക്കും ഒരു മനസ്സിലുള്ളതെന്ന് പറഞ്ഞൊരു, ഈ നമ്മളിപ്പോൾ പണ്ട് പറയുമല്ലോ ബാലികേറാവല എന്ന് പറയും, എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാധനമാണെന്നുള്ളതായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ എല്ലാവരുടെയും ഒരു ചിന്ത. തീർച്ചയായും. പക്ഷെ ഇപ്പം അത് മാറി. കൊറോണയ്ക്ക് ശേഷമാണ് ഇപ്പൊ UAE എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ഇ-കൊമേഴ്സിന് ഇത്രയധികം പെനിട്രേഷൻ അല്ലെങ്കിൽ ഇത്രയധികം ബൂം വന്നത് കൊറോണയ്ക്ക് ശേഷമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും വീടിൻ്റെ ഉള്ളിലായി പോയി. അപ്പോൾ അവർക്ക് പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മൊബൈൽ ത്രൂ മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഡെലിവറി വീട്ടിൽ വന്നാലാണ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോഴാണ് സത്യത്തിൽ ഇ-കൊമേഴ്സിന്റെ അനന്തമായ സാധ്യതകളെ പറ്റി എല്ലാവരും മനസ്സിലാക്കി. എല്ലാ ബിസിനസ്സും മുമ്പ് ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ-കൊമേഴ്സ് ബിസിനസ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും മനസ്സിലായി ഞങ്ങൾക്കും ഒരു ഇ-കൊമേഴ്സ് സ്റ്റോർ ഉണ്ടാവണം. പക്ഷെ ഈ കൊമേഴ്സിനുള്ള നിധി അവിടെ ഉണ്ട്. കൊറോണയാണ് അതിന്റെ ഐ ഓപ്പണർ ആയത്. യെസ്, അതിനെ ഒന്ന് തുറന്നു കാണിച്ചത് കൊറോണ വന്നു. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഇ-കൊമേഴ്സ് ചെയ്യണം എന്ന് പറയുന്നത് ഇപ്പോൾ കറന്റ്ലി ഇവിടെ ബിസിനസ് ഉള്ള ആളുകൾ, അതായത് എവിടെ ആയിക്കോട്ടെ, ലോകത്തിൽ എവിടെയും ഓൾറെഡി അവരൊരു റണ്ണിങ് ബിസിനസ് ഉണ്ട്. അത് എന്ത് ബിസിനസ് ആയിക്കോട്ടെ, അതിന് ഇന്ന ഒരു ബിസിനസ് എന്നില്ല. എല്ലാ ബിസിനസ്സുകൾക്കും ഇ-കൊമേഴ്സിൽ സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ ഫ്ലൈറ്റ് കച്ചവടത്തിൽ വരെ ഇ-കൊമേഴ്സ് ചെയ്യാൻ പറ്റും. പിന്നല്ലാണ്ട് അതാ ഞാൻ പറഞ്ഞേ, ഇ-കൊമേഴ്സിലൂടെ കച്ചവടം ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല, മനസ്സിലായ? അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് ചിലപ്പോൾ ഇപ്പോൾ UAE ഒരു പ്രൊഡക്റ്റ്, ഞാനിവിടെ UAE ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ UAE മാർക്കറ്റിൽ എനിക്ക് എൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, എൻ്റെ ഡെലിവറീസ് പോകുന്നുണ്ട്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ എനിക്ക് നേരിട്ട് പോയി UAE കണ്ട് കച്ചവടം ചെയ്യാം. അത് UAE മാത്രം അത് ചെയ്യാൻ പറ്റുള്ളൂ. UAE ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പം അത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇതേ സെയിം ബിസിനസ്സിന് നാളെ സൗദിയിൽ നിന്ന് എൻക്വയറി വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇ-കൊമേഴ്സിലൂടെ വരുത്തിക്കാം. സെയിൽസ് എക്സിക്യൂട്ടീവ് ബോർഡർ ക്രോസ് ചെയ്യാൻ ഏറ്റവും വലിയ ഈസി മെത്തേഡ് ഇ-കൊമേഴ്സ് ആണ്. അതായത് നമ്മൾ ഒരു ബിസിനസിന്റെ ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ്
അതെ. അല്ലേ? ആ. ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ UAE ചെയ്യുന്ന ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ആ ആ- ആ പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ UAE മാത്രമായിരിക്കും അവരുടെ അഡ്രസ്സബിൾ മാർക്കറ്റ്. അതെ, ഉറപ്പായിട്ടും. പക്ഷേ നമുക്ക് ചില ബിസിനസ് സ്കെയിൽ ചെയ്യണം. ഇപ്പോൾ UAE തന്നെ അവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയി, അവർ ലീഡർ ആയി ഈ കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ആയവരുടെ കുഴപ്പം ഞങ്ങൾക്ക് ഓൾറെഡി ബിസിനസ് ഉണ്ട് എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് അവർ സ്കെയിലിങ്ങിലേക്കോ അല്ലെങ്കിൽ പുതിയ നൂതന ടെക്നോളജിയിലേക്കോ അവർ പോകാത്തത്. അവർക്കും കൂടി ഒരു മെസ്സേജ് നമുക്ക് അതെ, കൊടുക്കാൻ അത് പറ്റണം. ഉറപ്പായിട്ടും അത് അവർക്കാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ UAE ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയി, ഇനി എനിക്ക് ഇതിന് മുകളിൽ ഒന്നുമില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ക്രോസ് ബോർഡർ ഇ കൊമേഴ്സ്. ഓക്കെ. ക്രോസ് ബോർഡർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ് കൂട്ടാൻ പറ്റും. ഓഫ് കോഴ്സ്. ചിലപ്പോൾ എല്ലാ കൺട്രിയിലേക്കും വിൽക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിന് സാധ്യതയുള്ള മാർക്കറ്റ് ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. മുൻപ് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മാർക്കറ്റ് റിസർച്ച് കമ്പനീസിനെ ഏൽപ്പിക്കണം. ആ കാലമൊക്കെ കഴിഞ്ഞു. നമ്മൾ ഒരു ഓൺലൈനിൽ ഒരു ഇൻ്റർനെറ്റ് ഒരു മൊബൈലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന എല്ലാ റിസർച്ചും നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ ക്ലോഡ് വന്നു, ChatGPT വന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഏത് ജനറേറ്റീവ് AI പ്ലാറ്റ്ഫോം എടുത്താലും ഇതെല്ലാം വച്ചിട്ട് നമുക്ക് പെർപ്ലക്സിറ്റി ഇങ്ങനെയുള്ള ഏത് പ്ലാറ്റ്ഫോം എടുത്താലും നമ്മൾ എന്ത് പ്രൊഡക്റ്റിന് ഏത് മാർക്കറ്റിൽ എന്ത് സാധ്യതയുള്ളതെന്നുള്ളത് നമുക്ക് 5 മിനിറ്റിൽ നമുക്ക് പഠിപ്പിച്ചു തരും. അത് മാത്രമല്ല അതിന്റെ സോഴ്സിങ് വരെ പഠിപ്പിച്ചു. ആ സപ്ലയർ ആരാണ്, അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യും, അത് ഏത് രീതിയിൽ മാർക്കറ്റ് ചെയ്യണം, അതിന് എത്ര ബഡ്ജറ്റ് വരും, അതിന് എന്തൊക്കെ സ്റ്റാഫിനെ ഏതൊക്കെ എടുക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള നോഹൗ ഈ പറയുന്ന AI തരും. അപ്പോൾ ഇ-കൊമേഴ്സിനെ പ്രോപ്പർലി എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മൈൻഡ് സെറ്റ് മാത്രം ഒന്ന് മാറ്റിയാൽ മതി. എനിക്ക് കച്ചവടമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇ-കൊമേഴ്സ് വേണ്ട, എനിക്ക് വെറുതെ അഡീഷണലി എനിക്ക് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല, സമയമില്ല, എനിക്ക് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല, ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നോക്കിയയുടെ അവസ്ഥ വരും. നോക്കിയയുടെ അവസ്ഥ വരുന്നല്ല, അതിലും മോശമായുള്ള അവസ്ഥ വരും. അത്രയേ ഉള്ളൂ. ഈ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നിർബന്ധമായിട്ട് എടുക്കേണ്ട എന്ത് കാര്യമുള്ളത്? ട്രേഡ് ലൈസൻസ്. അതേ നിർബന്ധമാണ് ഒരു ബിസിനസ് ഇന്ന് നമ്മൾ ലോകത്തിൽ എവിടെ തുടങ്ങിയാലും അതിൻ്റെ കൂടെ അവരുടെ ഒരു ഓൺലൈൻ സ്റ്റോർ ഫ്രണ്ട്. പക്ഷെ ഇന്ന് ഓൺലൈൻ സ്റ്റോർ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇപ്പം ഞാനടക്കം ഒരു കാലം വരെ ഞാൻ വിചാരിച്ചിരുന്നത് സോഷ്യൽ മീഡിയ ആണ് എല്ലാം എന്നുള്ളതാണ്. അതായത് നമ്മളെ പ്രൊഡക്റ്റിൻ്റെ പോസ്റ്റ് ഇടുക, അല്ലെങ്കിൽ കുറേ ഹാപ്പി ബർത്ത്ഡേ ഇടുക, അല്ലെങ്കിൽ കസ്റ്റമറെ എൻഗേജ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ നമുക്കൊരു വിസിബിലിറ്റി കിട്ടും, അതിലൂടെ ബിസിനസ് വരും എന്നുള്ളതാണ്. സ്പെഷ്യലി ഇൻസ്റ്റാഗ്രാമാണ് ഇന്ന് ഉപയോഗിക്കുന്ന ടൂൾ എല്ലാവരും. ശരിക്കും ഓൺലൈൻ സ്റ്റോർ എന്നുള്ളത് ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് തന്നെയാണ്. അത് ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഷോപ്പ് എടുത്തത്? കടകൾ എടുത്തിട്ടാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത്. ഓക്കെ, കടകൾ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ കടയിലേക്ക്, അതായത് എടുക്കുന്നത് ഒരു ക്രൗഡഡ് പ്ലേസിലായിരിക്കും അല്ലേ? ഇപ്പോൾ ഒരു മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ കരാമയിൽ പോയിട്ടായിരിക്കും ഒരു കട. ഒരു ഹോട്ടൽ തുടങ്ങുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എല്ലാവരും പറഞ്ഞാൽ നിങ്ങൾ കരാമയിൽ തുടങ്ങും എന്നായിരിക്കും പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ആ മലയാളി ക്രൗഡ് ഒരുമിക്കുന്ന ഒരു സ്ഥലം അതാണ്. അപ്പോൾ ആ സ്ഥലത്ത് നമ്മളുണ്ടായ നമ്മുടെ കടയിലേക്ക് ആൾ വരും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കട എടുക്കുമ്പോൾ ഒരുപാട് വാക്കിൻസ് ഉള്ള ഏരിയയിൽ പോയിട്ട് എടുക്കും. അതായത് ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്ന സ്ഥലത്ത് പോയിട്ട് കട എടുക്കും അല്ലേ? അപ്പോൾ അന്ന് അങ്ങനെയായിരുന്നു. ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 10-15 വർഷം മുമ്പ് കട എടുത്താൽ മാത്രമാണ് കച്ചവടം ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും. ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു കടയില്ലെങ്കിലും നമ്മളുടെ പ്രൊഡക്റ്റ് നല്ലതാണോ, ആ പ്രൊഡക്റ്റ് ആളുകൾ, ആ ഒരു സൊല്യൂഷൻ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ. അതായത് ഒരു പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷനാണോ നമ്മുടെ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് നമ്മളുടെ അടുത്താണ് ഏറ്റവും നല്ല പ്രൈസിങ് ഉള്ളത്, അത് എല്ലാവർക്കും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പ് പോലും എടുക്കാണ്ട് നമുക്ക് ഒരു പ്രൊഡക്റ്റിനെ സെല് ചെയ്യാം. ഇന്ന് അതിനുള്ള സംവിധാനം UAE പോലത്തെ രാജ്യത്തുണ്ട്. UAE പോലത്തെ രാജ്യത്ത് മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും ഇതേ സംവിധാനമുണ്ട്. അത് മുൻപായിരുന്നില്ലായിരുന്നു, ഇന്നത് മാറി. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇത്രയും മാറിയ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ പ്രോപ്പർലി. അപ്പോൾ ഈ ഓൺലൈൻ സ്റ്റോറിലേക്ക് ആളുകളെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് ഈ സോഷ്യൽ മീഡിയ. ഓൺലൈൻ സ്റ്റോറിലേക്ക് ഡ്രൈവ് ചെയ്യാൻ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമുക്കിപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഓൺലൈൻ ഉണ്ട് എന്നുള്ളത് അവരുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ ഇമെയിൽ ത്രൂവോ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂവോ SMS ത്രൂവോ അല്ലെങ്കിൽ നമ്മുടെ ഷോറൂമിലോ ഷോപ്പിലോ ഓഫീസിലോ ഒക്കെ വച്ചിട്ട് നമുക്ക് അറിയിക്കാം. നിങ്ങളിവിടെ വരണ്ട, ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഡെലിവറി കിട്ടും, അല്ലെങ്കിൽ വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി എല്ലാവരും ചെയ്യുന്നതാണ്. അതൊരു കാര്യം. പിന്നെ രണ്ടാമത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഗൂഗിൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മളുടെ കയ്യിൽ
ഈ പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളത് ഒരു അവയർനെസ് കൊടുക്കാം. അവയർനെസ് എല്ലാവർക്കും കൊടുക്കാം. ഓക്കെ, ആ അവയർനെസ് ചെയ്യണതിന് 2 രീതിയുണ്ട്. ഒന്ന് ഓർഗാനിക് മാർക്കറ്റിംഗ് ഉണ്ട്, ഒന്ന് ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ് ഉണ്ട്. അതായത് നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ മുതൽ ബിസിനസ് വരും. ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എസ്പെഷ്യലി സ്റ്റാർട്ടപ്സ് എപ്പോഴും ഓർഗാനിക്കിലാണ് അവർ പോവുള്ളൂ. ഒരു പരിധി അത്രയും ഒരു പ്രോബ്ലം ഉണ്ട്. നേരെ മറിച്ച് ഒരു ട്രഡീഷണലി ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്ട്സ് ഓൺലൈനിൽ അവൈലബിൾ ആണ് എന്നുള്ളത് ഒരു 1 ലക്ഷം പേരോ 2 ലക്ഷം പേരിലേക്ക് ക്യാമ്പയിൻ വഴി അവർക്ക് എത്തിക്കാൻ പറ്റും. നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ്, ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒരു പ്രൊഡക്റ്റ് ഞാൻ ചെയ്തു. ഞാനത് ഒരുപാട് ആളുകളോട് ഞാൻ ഈ ഐഡിയ ഷെയർ ചെയ്തു. ഞാനൊരു 10 കൊല്ലമായിട്ട് ഞാൻ ഈ ഐഡിയ പറയാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല എന്നെ അറിയാവുന്ന. ആ ബിസിനസ്സുകാരോടൊക്കെ ഞാൻ പറയുമായിരുന്നു, ഇതേ സിമിലർ ബിസിനസ് ചെയ്യുന്ന ആളുകളോട് ഞാൻ പറയുന്നു, നിങ്ങളൊന്നും ചെയ്യുക ഓൺലൈനിൽ, ഇത് സക്സസ് ആവും എന്ന് പറഞ്ഞിട്ട്. ഇതാരും ചെയ്യാണ്ടായപ്പോൾ ഞാൻ തന്നെ ചെയ്തത്. എൻ്റെ പഴയ പരിപാടി തന്നെയാണ്. അതെ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ആ സമയത്ത് എനിക്ക് ഇതിനെപ്പറ്റി അറിയാവുന്നതുകൊണ്ട് ഇതിൻ്റെ സാധ്യതകൾ ഓൺലൈനിൽ അധികം ആളുകൾ ആരും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ തന്നെ ഒട്ടകത്തെ വിറ്റാള് നിങ്ങൾ മാത്രമേ ഉണ്ടാവും. ഒട്ടകത്തെ വിറ്റ് അത് വേറെ കഥയാണ്. അപ്പോൾ ഡേറ്റ്സ് എന്ന് പറയുന്നത് UAE സുലഭമാണ്, അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ സുലഭമാണ്, GCC കൺട്രീസിൽ എല്ലാ സ്ഥലത്തും കിട്ടും. എന്നാൽ ഇത് കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. ഇൻ്റർനാഷണൽ മാർക്കറ്റ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഗൂഗിളും സോഷ്യൽ മീഡിയയും വഴി, അല്ലെങ്കിൽ ഇപ്പോൾ വന്നേക്കണ ChatGPT വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, ഇതിൽ പ്രോഫിറ്റബിലിറ്റിനേക്കാളും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? വാല്യൂ. അതായത് നമ്മളുടെ കസ്റ്റമേഴ്സിന് നല്ല വാല്യൂ കൊടുക്കുക, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ടൈംലി ഡെലിവറി ചെയ്യുക, ആ കസ്റ്റമറിനെ റീറ്റെയിൻ ചെയ്തെടുക്കുക. ഇ-കൊമേഴ്സിലൊരു മെയിൻ സാധനമാണ് നമ്മളുടെ കസ്റ്റമറിൻ്റെ ലൈഫ് ടൈം വാല്യൂ. അതായത് ആ കസ്റ്റമറിൽ നിന്ന് 1 വർഷം കൊണ്ട് നമുക്ക് എത്ര ദിർഹംസ് നമുക്ക് അല്ലെങ്കിൽ എമൗണ്ട് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇനീഷ്യലി ഈ പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്തു. എനിക്ക് ഓൾറെഡി ഞാൻ മുമ്പ് ഫാമിൽ ഇവിടെ സൗദിയിലായിരുന്നു, മദീനയിലായിരുന്നു. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ഫാംസും എനിക്കറിയാം. ഞാനത് അവിടെ നിന്ന് ഞാൻ വരുത്തിച്ചു. ഞാനിവിടെ ഒരു കോൾഡ് സ്റ്റോറേജിൽ അത് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു കോൾഡ് സ്റ്റോറേജിൽ അത് ചെയ്തു. ഇ-കൊമേഴ്സിന് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് കൊറിയർ പാർട്ട്നേഴ്സ്. ഈത്തപ്പഴം കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കണം എന്നുള്ളത് ആദ്യത്തെ അറിവാണ്. അതാണ് നമ്മളുടെ യുണീക്ക് സെല്ലിംഗ് പോയിന്റ്. അതാണ് എന്ത് പ്രൊഡക്റ്റിനെ പറ്റിയും നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ പ്രോബ്ലം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തതാണ്. എന്തുകൊണ്ടാണ് ഞാനിത് മനസ്സിലാക്കിയത്? ഞാൻ സൗദിയിൽ ഈ ഡേറ്റ്സിൻ്റെ ഇൻഡസ്ട്രിയിലായിരുന്നപ്പോഴാണ്. അതായത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും അത് ഫാമിൽ നിന്ന് അത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അത് കോൾഡ് സ്റ്റോറേജിൽ വച്ച് കഴിഞ്ഞാലാണ് അത് ലോങ് ടൈം അതിൻ്റെ ആ ന്യൂട്രിയൻ്റ് എഫിഷ്യൻസി അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. അതായത് ദിവസം കഴിയുന്തോറും അതിൻ്റെ ആ ഒരു ന്യൂട്രീഷണൽ വാല്യൂസ് കുറഞ്ഞ് ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ ഗൂഗിളിലോ ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരും. സ്റ്റഡീസ് ഉള്ളതാണ്, കുറഞ്ഞു വരും. അപ്പോൾ കോൾഡ് സ്റ്റോറേജിൽ വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനത്തിൻ്റെ ഷെൽഫ് ലൈഫും കൂട്ടാൻ പറ്റും, അതുപോലെ തന്നെ ഈ ന്യൂട്രീഷൻ വാല്യൂസ് റീറ്റെയിൻ ചെയ്യിക്കാനും പറ്റും. ഇവിടെ കിട്ടുന്ന പല സ്ഥലങ്ങളിലും കിട്ടുന്ന പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്ക് ചെയ്ത് സൂപ്പർ മാർക്കറ്റിലെ ഷെൽഫുകളിൽ ഇരുന്ന് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് നിന്ന് തന്നെ വീണ്ടും വാങ്ങിക്കാനുള്ള ഒരൊറ്റ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ്നെസ് ആണ്. അതായത് നമ്മൾ വേറൊന്നും എല്ലാവരുടെയും കയ്യിൽ കിട്ടുന്ന ഡേറ്റ്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലത് വാങ്ങിക്കാനുള്ള ഒരു ഇത് എനിക്കറിയാം. കാരണം ഞാൻ ഫാമിൽ നിന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കണ്ടത് കൊണ്ട് നല്ലത് സോഴ്സ് ചെയ്ത് അതിനെ കോൾഡ് സ്റ്റോറിൽ വെച്ചിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. ആ വാല്യൂ ക്രിയേറ്റ് ചെയ്ത വഴി നമുക്ക് എന്ത് ചെയ്തു, വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് കസ്റ്റമറിനെ അക്വയർ ചെയ്യാൻ പറ്റി, നല്ല കസ്റ്റമേഴ്സിനെ. UAE GCC ഒന്നും വാങ്ങില്ലെങ്കിലും നമ്മുടെ കച്ചവടം നടക്കുന്നുണ്ട്. അപ്പോൾ റൈറ്റ് മാർക്കറ്റും കൂടി ഇതിൻ്റെ ഒരു വലിയ റൈറ്റ് മാർക്കറ്റും, അതേപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റിലോ അല്ലെങ്കിൽ ആ സർവീസിലോ ഒരു പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ നമ്മൾ കൊടുക്കണം. അപ്പോഴാണ് പെട്ടെന്ന് സ്കെയിൽ ചെയ്യാൻ പറ്റുക. പ്രോഫിറ്റ് ഈസ് ഓൾവേസ് സെക്കൻഡറി. അത് വരും, അത് 100% പ്രോഫിറ്റ് നമുക്ക് വരും. നല്ല പ്രൊഡക്റ്റും നല്ല ക്വാളിറ്റി സർവീസും
കസ്റ്റമർ സർവീസ് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് നിന്ന് തന്നെ ഞാനത് പ്രൂവ് ചെയ്താണ്. ഇത് എൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്, ഓക്കെ. വേറെ ആരുടെ ഉദാഹരണമല്ല, എനിക്ക് മനസ്സിലായതാണ്. ഇപ്പം നിങ്ങൾ നിങ്ങളെ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം പിനാക്കിൾ സ്റ്റാമ്പ്സ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ 9 വർഷമായിട്ട് ഓൺലൈൻ തന്നെയാണ് നമുക്ക് എൻക്വയറീസ് വരുന്നതും. ഒരു സെയിൽസ്മാൻ പോലും ഇല്ലാതെ എൻ്റെ വീഡിയോസ് മാത്രമാണ് ഇതിൻ്റെ സെയിൽസ് പോയിന്റ് ഓഫ് വ്യൂ. പക്ഷേ എങ്കിലും ഞാൻ ഇപ്പോഴും ആ ട്രഡീഷണൽ കൂടെ തന്നെയാണ് പോകുന്നത്. നമുക്ക് ഇതിനെ എങ്ങനെ ഒന്നും കൂടി, കാരണം നമ്മൾ വളരെ യുണീക്ക് പ്രൊഡക്റ്റാണ് ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ 10 ടൈംസ് മാർക്കറ്റ് നമുക്ക് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അതിനെ പെനിട്രേറ്റ് ചെയ്യാനോ സ്കെയിലപ്പ് ചെയ്യാനോ ഇപ്പോഴും നിങ്ങൾ പറഞ്ഞ നേരത്തെ ട്രഡീഷണൽ ബിസിനസ്സിൻ്റെ അതേ ഒരു മെൻറ്റാലിറ്റി തന്നെയാണ് ഞാനും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ സ്റ്റോറി കേൾക്കുന്ന ആളുകൾക്ക് എൻ്റെയും കൂടി ഒരു പിന്നെ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഒരു ബിസിനസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഉദാഹരണമാക്കിയിട്ട് ഇതെങ്ങനെ സ്കെയിൽ ചെയ്യാന്നുള്ളത് ഒന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ? ഉറപ്പായിട്ടും. അതായത് ഞാൻ ബഷീർ ഖാനെ കണ്ടത് മുതൽ എനിക്കറിയാം. കണ്ടതിന് ശേഷമാണ് നിങ്ങളുടെ വീഡിയോസ് ഞാൻ കണ്ടത്. അതിനുശേഷം വീഡിയോസ് കണ്ടത്. അപ്പം അന്ന് ബഷീർ ഖാൻ എൻ്റെ അടുത്ത് നേരിട്ടാണ് പറഞ്ഞു തന്നത്, ഞാൻ ഇന്ന പരിപാടിയാണ് ചെയ്യുന്നത്, എൻ്റെ പ്രൊഡക്റ്റ് ഇങ്ങനെ സ്റ്റാമ്പ്സ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ്സിനോ അല്ലെങ്കിൽ എല്ലാവർക്കും ചിലപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഒരു വലിയ ക്വാണ്ടിറ്റി പ്രിന്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള, ഞാൻ പാക്കേജിങ്ങിലായതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇത്. അപ്പോൾ നമുക്ക് സ്റ്റാമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൽ പ്രിന്റ് ചെയ്യാം എന്നുള്ളൊരു ഇതാണ് എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത്. അതൊരു വൺ ഓഫ് ദ പ്രോഡക്റ്റ് ആണല്ലോ അല്ലേ? അതെ. അപ്പോൾ അന്ന് അത് പറഞ്ഞപ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഇമ്മീഡിയറ്റ്ലി ഞാനൊരു ബിസിനസ് തുടങ്ങിയപ്പോൾ ഞാൻ ഫസ്റ്റ് എനിക്ക് അടുത്ത് വന്ന് ഞാനത് വാങ്ങിച്ചു, കസ്റ്റമറായി. എങ്ങനെയുണ്ട് നമ്മളെ പ്രൊഡക്റ്റ്? നല്ല പ്രൊഡക്റ്റ് ആണ്. ഞാനിപ്പോ ഒരു വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്, ഒരു കുഴപ്പമില്ല. ആ ഇങ്ക് വന്ന് തന്ന ഇങ്ക് അതേ തന്നെയുണ്ട്, നമ്മൾ എല്ലാത്തിലും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞു. ഓക്കെ. അതേപോലെ തന്നെ ബഷീർക്ക ഈ പറയുന്ന കാര്യങ്ങൾ പിന്നീട് എന്ത് ചെയ്തു, വീഡിയോയിൽ കൂടെ പറഞ്ഞു തുടങ്ങി അല്ലെ? പിന്നീടല്ല, മുൻപേ വീഡിയോയിൽ കൂടെ പറഞ്ഞു തുടങ്ങി. അതിന്റെ വീഡിയോന്റെ ക്വാണ്ടിറ്റി കൂട്ടി അല്ലെ? വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഓർഗാനിക്കലി തന്നെ കൂട്ടി. അപ്പൊ എന്ത് ചെയ്തു, എൻക്വയറീസ് 1-2 വീഡിയോ അതിൽ വൈറലായി അല്ലെ? അങ്ങനെ 39 മില്യൺ പോയ വീഡിയോസ് വൈറലായി. ഇപ്പൊ എന്ത് കിട്ടി, നമുക്ക് എല്ലാ രാജ്യങ്ങളിൽ നിന്നും എൻക്വയറി വന്നു തുടങ്ങി അല്ലെ? തീർച്ചയായും. അപ്പൊ ഒരു സമയത്ത് നമുക്ക് ആ എൻക്വയറി കാറ്റർ ചെയ്യാൻ പറ്റാത്ത ഒരു സമയം വരെ ഉണ്ടായിരുന്നു. യെസ്. അപ്പൊ ഈ പറയുന്ന എല്ലാ ബിസിനസ്സിനും ഇതേപോലെ തന്നെ നമുക്ക് വൈറലാക്കാൻ വേണ്ടി, വൈറലാക്കലല്ല അത്, നമ്മൾ സിമ്പിൾ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചെറിയ മീനിനെ പിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മണ്ണിരേനെ കോർത്തിട്ടാൽ മതി, അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ കോർത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ മീനിനെ കിട്ടും. അപ്പൊ ഈ വലിയ മീനിനെ കിട്ടണമെങ്കിൽ ചെമ്മീൻ കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ചെറിയ മീനിനെ ഇട്ട് കൊടുത്താലാണ് വലിയ മീനിനെ നമുക്ക് പിടിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതേ കോൺസെപ്റ്റാണ് ഇ കൊമേഴ്സിലുള്ളത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ചെറിയ മീനിനെ കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ചെറിയ വിദ്യകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പരിപാടി നടക്കും. പക്ഷെ വലിയ മീനുകൾ കടലിലുണ്ട്, അല്ലെങ്കിൽ പുഴയിൽ വലിയ മീനുകളുണ്ട്, കാണാൻ പറ്റില്ല. വലിയ മീനിനെ ഇട്ട് കൊടുത്താലാണ് അത് കിട്ടുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനം, ഞാൻ ബിസിനസ്സിന് സ്കെയിൽ ചെയ്യാൻ, ഞാൻ ഓർഗാനിക്കിന്റെ ആളല്ല, ഞാൻ ഓർഗാനിക്കിന് എതിരല്ല, പക്ഷെ ഓർഗാനിക്കിന്റെ ആളല്ല, ഞാൻ റിസൾട്ട് ഫാസ്റ്റ് ആക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ഫാസ്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടത് കൊണ്ടോ, നമ്മളൊരു ചെറിയൊരു ഏജൻസീനെ വെച്ച് നമ്മൾ അവർ മാർക്കറ്റ് ചെയ്യും എന്നാൽ അങ്ങനെ പോട്ടെ, അവർ മാർക്കറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഒരാൾ 10,000 ദിർഹം പറഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ വേറൊരാൾ വന്നിട്ട് പറയും 2,000-ന് ഞാൻ ചെയ്തുതരാമെന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും, 2,000-ന് അവർ ചെയ്യിക്കും. അപ്പൊ കിട്ടണ എന്താണ്, ചെറിയ ചെമ്മീനിട്ട് കിട്ടുന്ന സാധനമല്ല കിട്ടുന്നത്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ട് ആ ബിസിനസ്സിന്റെ ഫൗണ്ടർ അല്ലെ, ആ ബിസിനസ്സിന്റെ ഓണർ അല്ല എന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിനെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആളുടെ കൂടെ ഇരുന്ന് അവരുടെ മനസ്സിനുള്ള തോട്ട് പ്രോസസ്സാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. അല്ലാണ്ട് എനിക്ക് ഇ കൊമേഴ്സ് അറിയാം, എനിക്ക് സോഷ്യൽ മീഡിയ അറിയാമെന്ന് ഞാൻ പറയുന്ന സ്ട്രാറ്റജി അല്ല അവരുടെ അടുത്ത് കൊണ്ടുപോയി ചെയ്യേണ്ടത്. ഒരു ഏജൻസിയുടെ മെയിൻ റോൾ ഒരു കൺസൾട്ടൻസിയാണ്. ഏജൻസിയുടെ മെയിൻ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിനെ പറ്റി പ്രോപ്പറായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് എടുക്കുക, ഫൗണ്ടർ പെർസ്പെക്റ്റീവിൽ നിന്ന് എടുക്കുക, നമ്മൾ ഓൺലൈനിൽ നിന്നുള്ള പെർസ്പെക്റ്റീവ്, ഇതെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട്, അതായത് കമ്പൈൻ ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത് അവരുടെ ആശയമാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്, എൻ്റെ ഐഡിയ അല്ല. മനസ്സിലായി? കാരണം അവർക്കറിയാം മാർക്കറ്റ്.
നമ്മൾ അറിയുന്ന മാർക്കറ്റ് അല്ല. ഇപ്പൊ അതെ സ്റ്റാമ്പിനെ പറ്റി എനിക്ക് ഒന്നും അറിയില്ല, പക്ഷെ ബഷീർക്ക് സ്റ്റാമ്പിലെ പുലിയാണ്. പക്ഷെ എനിക്ക് പെർഫോമൻസ് അറിയാം, അല്ലെങ്കിൽ ഇ കൊമേഴ്സ് അറിയാം. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എന്ത് സംഭവിക്കും? മിറാക്കിൾ ഉണ്ടാവും. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ ഒരു റീസെൻ്റ്ലി, വെരി റീസെൻ്റ്ലി, മേ ബി കുറച്ച് ദിവസം, ഒരു 1 വീക്കായിട്ടുണ്ടാവും, ഇവിടുത്തെ ഒരു വലിയ ബ്രാൻഡാണ്. അവരിതുപോലെ പല രീതിയിൽ അവർ ശ്രമിച്ചു ഈ അവരുടെ ഇ കൊമേഴ്സിലൂടെ അവർക്ക് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ നല്ല ട്രഡീഷണലിയും ഒരുപാട് ഷോറൂംസും അതുപോലെ തന്നെ ഫാക്ടറീസും ഉള്ള എല്ലാം വലിയ ബ്രാൻഡാണ്. പക്ഷേ ഇ കൊമേഴ്സ് അവർക്ക് നടന്നില്ല. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു, എൻ്റെ സുഹൃത്ത് തന്നെയാണ്, എൻ്റെ അടുത്തേക്ക് വന്നു. ഞാനപ്പോൾ അവരെ പറ്റി ഞാൻ കാര്യങ്ങൾ പഠിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു സാധ്യതകളുണ്ട്, നമുക്കിത് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന്, അപ്പോൾ അവർ ഒരുപാട് പേരെ ട്രൈ ചെയ്തു. ഇതുപോലെ സോഷ്യൽ മീഡിയ ഏജൻസികളെ മാറ്റി ചെയ്തു, സ്വന്തമായിട്ട് ചെയ്തു. ഇവരെല്ലാവർക്കും ഓരോ സ്കില്ലുകളുണ്ട്. ഈ മുറിവൈദ്യൻ ആളെ കൊല്ലു എന്ന് പറയുന്ന പോലെയാണ് ഈ റോങ് ഏജൻസീസിനെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. യെസ്, റോങ് ഏജൻസീസിനെ ചൂസ് ചെയ്താലുള്ളത്. ഏജൻസീസിൽ നല്ലതുണ്ട്, മോശമായിട്ടുള്ളത്. അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ ഇവരിങ്ങനെ ചെയ്ത് പലരെയും ട്രൈ ചെയ്തപ്പോൾ ഇവർക്ക് എല്ലാവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. വലിയ ആളുകളെടുത്തു, ചെറിയ ആളുകളെടുത്തു. ലാസ്റ്റ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ, അയാളെ ഞാൻ നേരിട്ട് പോലും കണ്ടില്ല, അതാലോചിക്കണം. ഞാൻ ഓൺലൈൻ മീറ്റിംഗ് എടുത്ത് ആ പുള്ളിയുടെ മനസ്സിൽ എന്തൊക്കെയാണോ ഉള്ളത് ആ ബിസിനസ്സിനെ പറ്റി, അത് ഫുള്ള് ഞാൻ പഠിച്ച് പുള്ളിയുടെ മനസ്സിലുള്ള ഐഡിയാസ് എന്തൊക്കെയാണ്, ഇതിനെ ഞാൻ എന്ത് ചെയ്തു, ആളെ കൊണ്ട് തന്നെ ഞാൻ എല്ലാത്തിനുമുള്ള പ്രൊഡക്റ്റും ക്രിയേറ്റീവ്സും കാര്യങ്ങളും ഐഡിയാസും ക്യാമ്പയിനും എല്ലാം ഞാൻ റെഡിയാക്കി. ഫുൾ പുള്ളിനെ കൊണ്ട് തന്നെ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനത് ഇംപ്ലിമെന്റ് ചെയ്ത് ഡയറക്ഷൻ മാത്രം ഞാൻ ചെയ്തു. ഇതിൽ വേറെ ഒരു മിറാക്കിളാണ് ഇത് സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദ ഫസ്റ്റ് ഡേ അതിനൊരു 26 ഓർഡറാണ് വന്നത്, 26 ഓർഡേഴ്സ്. സെക്കൻഡ് ഡേ 56 ഓർഡേഴ്സ്. ബട്ട് ദ തേർഡ് ഡേ 212 ഓർഡേഴ്സ്, 212 ഓർഡേഴ്സ്. അതും ആലോചിക്കണം, ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ ആലോചിക്കണം. ഈ സിറ്റുവേഷനിലാണ് അത്രയും ഓർഡേഴ്സ് വെറും 3 ദിവസം കൊണ്ട് നമ്മളിത്, അതും ഒരു പുതിയ വെബ്സൈറ്റ്. സിറ്റുവേഷനെ കുറിച്ചിട്ട് നമുക്കൊരു ടോപ്പിക് തന്നെ തുടങ്ങാനുണ്ട്. ഈ പിനാക്കിളിനെ എങ്ങനെ എംപവർ ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്ന് അപ്പൊ ഈ പിനാക്കളിന്റെ പറഞ്ഞപ്പോൾ നമ്മൾ ഈ കഥ പറഞ്ഞു, അതേപോലെ തന്നെയാണ് പിനാക്കളിനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇപ്പൊ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ചെറിയ രീതിയിൽ ആഡ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ കസ്റ്റമേഴ്സിനെ കിട്ടുന്നത് വാട്സാപ്പിലൂടെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഒരു 70% എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ നമ്മൾ നിങ്ങൾ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. യെസ്. അപ്പൊ നമ്മൾ അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോർ ഉണ്ട്, ഇ കൊമേഴ്സ് സ്റ്റോർ ഉണ്ട്, ഓൺലൈൻ സ്റ്റോർ ഉണ്ട്. അത് എന്താണ്, എങ്ങനെ അതിന്റെ ഓർഡേഴ്സ് കുറച്ചു കാലം നമുക്ക് നല്ല ഓർഡേഴ്സ് വന്നിരുന്നു, SEOയും ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ചൂസ് ചെയ്തത് റോങ് ഏജൻസി ആണോ എന്നുള്ളൊരു ഒരു തിങ്കിങ് ഇപ്പൊ എനിക്ക് വരുന്നുണ്ട്. മനസ്സിലായി. അതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഓൾറെഡി നല്ല റീച്ച് ഉണ്ട്. അത് ഇപ്പൊ ഏതൊക്കെ കൺട്രിയിൽ നിന്നാണ് വരുന്നത്? ചൈനയും ജപ്പാനും ഒഴികെ ബാക്കി എല്ലാ കൺട്രീസും അയച്ചിട്ടുണ്ട്. യെസ്, നമ്മൾ ഡെലിവറി അയച്ചിട്ടുണ്ട്. അപ്പോ ഇപ്പൊ തന്നെ പറഞ്ഞു, ചൈനയും ജപ്പാനും ഒഴികെ ബാക്കി എല്ലാ കൺട്രിയും നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ നിങ്ങളുടെ കൺട്രിയിലുള്ള ബിസിനസ്സുകൾ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ എന്താണ്, നമുക്ക് വേൾഡ് വൈഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവിടെയൊക്കെ വിസിബിലിറ്റി കൊണ്ടുവരണം. അപ്പൊ നമ്മൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന എന്താവും, UAE മാത്രമായിരിക്കും മാർക്കറ്റ് ചെയ്തത്. UAE GCC ആയിരിക്കും മാർക്കറ്റ് ചെയ്തത്. പക്ഷെ നിങ്ങൾ പറഞ്ഞു ചൈനയും ജപ്പാനും ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ചെയ്തെന്നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, ഗൂഗിൾ സെർച്ച് വഴി നമുക്ക് അവിടെ സ്റ്റാമ്പ് മേക്കിങ്ങിനെ പറ്റി സെർച്ച് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ പിനാക്കിൾ ഇത് ചെയ്യുന്നുണ്ടെന്നുള്ള സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണിച്ചു. ഇത്രയും രാജ്യത്ത് നമുക്ക് ഓർഡർ വന്നത് നമ്മുടെ വീഡിയോസ് വൈറലായതിന്റെ പേരിലാണ്. പിന്നീട് അത് ഇനിയും വീഡിയോ വൈറലായാലാണ് ഈ ആളുകൾ വീണ്ടും വരും, അല്ലെങ്കിൽ വരില്ല. അപ്പൊ നമ്മൾ ഗൂഗിൾ വഴി നമുക്ക് അങ്ങനെ ഒരു ഇത് ചെയ്യാം. അതുകൂടാണ്ട് നമുക്ക് ഇതേപോലെ തന്നെ ആ വൈറലായ വീഡിയോ ഒന്നും കൂടി നമ്മൾ മാസീവായിട്ട് ഈ പറയുന്ന കൺട്രികൾ, അതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒറ്റയടിക്ക് നമ്മൾ കാടടച്ച് വെടിവെക്കരുത്. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഏത് കൺട്രിയിൽ നിന്നാണ് കൂടുതൽ വന്നത്. ഇപ്പൊ ആ വീഡിയോയുടെ ഒരു ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഡാറ്റയാണ് ഇതിന്റെ മെയിൻ സാധനം. ആ ഡാറ്റ ബാക്ക്ഡ് ആയിട്ടാണ് നമ്മൾ എല്ലാ ഡെസിഷൻസും എടുക്കേണ്ടത്. മനസ്സിലായി. അപ്പൊ ഈ ഏത് കൺട്രിയിൽ നിന്നാണോ ഏറ്റവും കൂടുതൽ ഓർഡർ വന്നത്, ആ കൺട്രിയിൽ ഈ സെയിം വീഡിയോ നമ്മൾ ഒന്നും കൂടി പ്രൊമോട്ട് ചെയ്യുക. മനസ്സിലായോ?
പ്രിസൈസ് ആയിട്ട് നമുക്ക് പ്രിസൈസ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് ആ കൺട്രിയുടെ ക്യാപിറ്റൽ ഏതാണ്, ആ കൺട്രിയിലെ ബിസിനസ് ക്യാപിറ്റൽ ഏതാണ്, ഏറ്റവും കൂടുതൽ കമ്പനീസ് ഉള്ള എവിടെയാണ്, ഇതെല്ലാം പ്രോപ്പർലി നമ്മൾ റിസർച്ച് ചെയ്തിട്ട് അതേ ലൊക്കേഷനിൽ. അപ്പം എന്താണെന്ന് വെച്ചാൽ ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ സ്പെൻഡ് കൂടി പോകും. അങ്ങനെ ഓരോ കൺട്രി നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ് വളരെ വലുതായി. അതിൽ നിന്നുള്ള ഒരു ചെറിയ കൺവേർഷൻ മാത്രം കിട്ടിയാൽ തന്നെ നമ്മളിവിടെ സക്സസ്ഫുൾ ആയി. ഉറപ്പായിട്ടും. പിന്നെ ഈ പ്രൊഡക്റ്റിനെ നമുക്ക് ചെറിയ പ്രൊഡക്റ്റാണ് അല്ലേ, സ്റ്റാമ്പാണ്, അധികം വെയിറ്റ് വരില്ല. നമ്മൾ ഏറ്റവും മാക്സിമം പോകുന്ന 2 kg ആണ് ഹീറ്റ് സ്റ്റാമ്പ് ഒക്കെ വരുന്നത്. അപ്പോൾ ഈ 2 kg എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എമിറേറ്റ്സ് പോസ്റ്റ് യുടെ നാഷണൽ കാരിയർ ആണ്. അത് വലിയൊരു പെയിൻ ആണ് ഞാൻ അനുഭവിക്കുന്നത്. ലോജിസ്റ്റിക്സ്, അതായത് ക്രോസ് ബോർഡർ ആയാലും UAE വേൾഡ് വൈഡ് ആയാലും ഭയങ്കരമായിട്ട് കോസ്റ്റ് വരുന്നുണ്ട്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റണ ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ UAE ഗവൺമെൻറ്, ഞാൻ എപ്പോഴും എമിറേറ്റ്സ് പോസ്റ്റിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു 8-9 വർഷമായിട്ട് ഞാൻ എമിറേറ്റ്സ് പോസ്റ്റ് യൂസ് ചെയ്യുന്ന ആളാണ്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എമിറേറ്റ്സ് പോസ്റ്റിന്റെ ഇന്നത്തെ പേര് EMX എന്ന് മാറി. EMX എന്ന് മാറി. അപ്പോൾ EMXന്റെ സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇവിടുത്തെ നാഷണൽ കാരിയർ ആണ്. അപ്പോൾ ലോക്കൽ ഡെലിവറീസ് അവർ ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്യും. അതായത് സെയിം ഡേ ഡെലിവറി ഉണ്ട്, 2 hours അല്ലെങ്കിൽ 1 hour ഡെലിവറി ഉണ്ട്. അതുകൂടാണ്ട് നെക്സ്റ്റ് ഡേ ഡെലിവറി ഉണ്ട്. UAE എവിടെ ചില റിമോട്ട് ഏരിയാസിൽ മാത്രം ചിലപ്പോൾ 1-2 ദിവസം കൂടുതൽ എടുക്കാം. റിമോട്ട് ഏരിയാസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് റിമോട്ട്. ഈ ഒരു ഇൻഫർമേഷൻ എനിക്ക് തോന്നുന്നു മൊത്തം GCCയിൽ വലിയൊരു ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ എമിറേറ്റ്സ് പോസ്റ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവരായിട്ട് നമ്മളൊരു സർവീസ് എഗ്രിമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ UAE ഡെലിവറീസ് ഡൺ. പിന്നെ നമ്മളൊന്നും പേടിക്കണ്ട. ഏത് ബിസിനസ് ആയിക്കോട്ടെ, അത് B2B ആയിക്കോട്ടെ, B2C ബിസിനസ് ആയിക്കോട്ടെ, അവരുടെ വെയർ ഹൗസിൽ വന്നിട്ട് അവർ പിക്ക് ചെയ്ത് നെക്സ്റ്റ് ഡേ ഡെലിവറി ചെയ്തോളൂ. സെയിം ഡേ ഉണ്ട്, സെയിം ഡേ ഡെലിവറി ഉണ്ട്, നെക്സ്റ്റ് ഡേ ഡെലിവറി ഉണ്ട്. അത് രാവിലെ ഒരു 12 മണിക്കുള്ളിൽ കൊടുക്കുകയാണെങ്കിൽ സെയിം ഡേ കൊടുക്കും. ഇനി അതല്ല, അവരുടെ സ്റ്റോർ ലൊക്കേഷനിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവർ വിത്തിൻ 1 hour അല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് ഡെലിവറീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റും ബിസിനസ്സുകൾക്ക് അനുസരിച്ചിട്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ പിനാക്കിളിൻ്റെ കേസ് എടുക്കുമ്പോൾ, ഇപ്പോൾ എമിറേറ്റ്സ് പോസ്റ്റ് ആയിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ലോക്കൽ ഡെലിവറീസ് ഡൺ. ഇനി അടുത്തതാണ് ഏറ്റവും വലിയൊരു സംഭവം. ഈ ഏത് രാജ്യത്തും കോസ്റ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ നാഷണൽ പോസ്റ്റലിന് EMS എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട്. അതായത് യൂണിയൻ പോസ്റ്റൽ സർവീസ്. അതായത് പോസ്റ്റൽ സർവീസുകളുടെ എല്ലാ രാജ്യത്തെ ഒരു യൂണിയനാണത്. ഒരു പൂളാണ്. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് തമ്മിൽ ഒരുപാട് കൊളാബറേഷൻസ് ഉണ്ട്. സബ്സിഡൈസ്ഡ് പ്രൈസ് ആണ് EMSനുള്ളത്. അപ്പൊ നമ്മൾ ഒറ്റൊരു അക്കൗണ്ടിൽ നിന്ന് പിന്നെ അവർ ചൂസ് ചെയ്യും നമുക്ക് ഏതാണ്. അപ്പോൾ അത് ഒരു ഈ പോസ്റ്റൽ സർവീസ് വഴി വിടണോ, അതല്ലെങ്കിൽ DHL വഴി വിടണോ, ഫെഡെക്സ് വഴി വിടണോ, അരാമെക്സ് വഴി വിടണോ, UPS വഴി വിടണോ, ഏത് വഴി വിടണം എന്നുള്ളത് അവരുടെ ഡാഷ്ബോർഡിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. ആ കൺട്രിയിൽ ഏറ്റവും പെട്ടെന്ന് കൊടുക്കുന്ന സർവീസ് ഏതാണ്, ഏറ്റവും ഫാസ്റ്റായിട്ട് ഏറ്റവും കോസ്റ്റ് കുറവുള്ള സർവീസ് ഏതാണെന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു പ്രൊക്യൂർമെന്റ് എഞ്ചിൻ വർക്ക് ചെയ്യുന്ന പോലെ നമുക്കത് ഡാറ്റ തരും. അത് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ EMXന്റെ തന്നെ പ്രൈം ട്രാക്ഡ് സർവീസ് എന്ന് പറഞ്ഞിട്ടൊരു സർവീസ് ഉണ്ട്. അപ് ടു 2 kg വരെയുള്ള പ്രൊഡക്റ്റ് വിത്തിൻ 5 days വേൾഡിൽ എവിടെയാണെന്നുണ്ടെങ്കിലും വിത്തിൻ 5 to 7 days ഡെലിവറി ചെയ്യാം അറ്റ് എ വെരി മിനിമൽ കോസ്റ്റ്. അത് അവരുടെ ന്യൂ സർവീസാണ്. ഇതും ഒരു അപ് ടു 2 kg. അപ്പോൾ ഇതുവഴി ക്ലോത്തിങ്, പെർഫ്യൂംസ്, അതേപോലെ സ്റ്റാമ്പ്സ്, അപ് ടു 2 kg വരെയുള്ള ഏത് പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലും എല്ലാ രാജ്യങ്ങളിലേക്കും നമുക്ക് ഇമ്മീഡിയറ്റ്ലി കസ്റ്റമർക്ക് ട്രാക്കിംഗ് നമ്പർ ഉൾപ്പെടെ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എമിറേറ്റ്സ് പോസ്റ്റിന്റെ കയ്യിലുണ്ട്. ഇനി അത് കൂടാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ വലിയ പ്രൊഡക്റ്റ് ആണെന്നിരിക്കട്ടെ, അതായത് വെയിറ്റ് കൂടിയ പ്രൊഡക്റ്റ് ആണെന്നിരിക്കട്ടെ, നിങ്ങൾക്കറിയാം ഇപ്പൊ DHL ഉപയോഗിക്കുന്ന ആളാണ്, അവർ വോളിയോമെട്രിക് ഉറപ്പായിട്ടും അത് സൈസ് കൂടുമ്പോൾ പ്രൈസ് കൂടും. വെയിറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ പോലും ബോക്സിന്റെ സൈസിനനുസരിച്ചിട്ട് ഇത് കൂടും. ഈ എമിറേറ്റ്സ് പോസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ EMSന് ഗ്രോസ് വെയിറ്റ് ആണ് എടുക്കുന്നത്. ആക്ച്വൽ പ്രൈസ് മാത്രമേ അവർ വെയിറ്റ് കാൽക്കുലേറ്റ് 30 kg വരെയും ആക്ച്വൽ വെയിറ്റ് മാത്രമേ അവർ എടുക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സർവീസ് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ഈ കോസ്റ്റ് വീണ്ടും കുറയ്ക്കാൻ വേണ്ടി പറ്റും നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ട്രഡീഷണൽ ബിസിനസ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാക്സിമം എക്സ്പോഷർ കൊടുത്ത്, വിസിബിലിറ്റി കൊടുത്ത്, അതിൻ്റെ ഓപ്പറേഷൻസും കൂടി സപ്ലൈ ചെയിനും കൂടിയും സ്ട്രീംലൈൻ ചെയ്യുമ്പോഴാണ് അതിന് സക്സസ്ഫുൾ ഒരു ബിസിനസ്സായി മാറുന്നത്, അല്ലെങ്കിൽ ഒരു e-commerce ബിസിനസ്സായി മാറുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ e-commerceൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മളുടെ പിനാക്കിൾ സ്റ്റാമ്പ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെ
പുതിയ കൺട്രീസിലേക്ക് നമുക്ക് മാർക്കറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ എങ്ങനെ ഇപ്പോൾ എമിറേറ്റ്സ് പോസ്റ്റ് അല്ലെങ്കിൽ EMX ഉപയോഗിച്ചിട്ട് എങ്ങനെ ലോജിസ്റ്റിക്സ് നമുക്ക് സ്ട്രീം ലൈൻ ചെയ്യാന്നുള്ള പറഞ്ഞു. കോസ്റ്റ് എഫക്റ്റീവായിട്ടും മോർ കൺട്രീസിലേക്ക് കൊടുക്കാന്നുള്ളത് നമ്മൾ സംസാരിച്ചു. അതേപോലെ തന്നെ ഇനി വേണ്ടതാണ് സിസ്റ്റംസ്, പ്രോപ്പർ സിസ്റ്റം. ഇപ്പം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ-കൊമേഴ്സ് സ്റ്റോർ ഉണ്ടാവും, സ്റ്റോറിലേക്കും വരും, വാട്സപ്പിൽ കൂടെയും വരും, അല്ലേ? വാട്സപ്പിൽ ഇപ്പോൾ ബഷീർക്കാർക്ക് വരുന്ന 90% വാട്സപ്പിലേക്കായിരിക്കും. അപ്പോൾ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ മാനുവൽ ഇന്റർവെൻഷൻ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്, അല്ലേ? വാട്സപ്പിൽ വരുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾക്ക് സംസാരിക്കണം. ഒരു കസ്റ്റമറെ തന്നെ ചിലപ്പോൾ ക്ലോസ് ചെയ്യാൻ 1/2 മണിക്കൂർ എടുക്കും, 1 മണിക്കൂർ എടുക്കും, ഇല്ലേ? ഈവൻ ചാറ്റ് ബോട്ടിന് നമ്മൾ അപ്പോയിന്റ് ചെയ്താൽ പോലും B2Bയിൽ ചാറ്റ് ബോട്ടിനെ ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പറ്റും, കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മൾ ലേൺ ചെയ്ത് ട്രെയിൻ ചെയ്ത് ചാറ്റ് ബോട്ടിന് ഉപയോഗിക്കാം. പക്ഷേ ഇനീഷ്യലി ചാറ്റ് ഇന്ന് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത് തന്നെ ആൾക്കാരുടെ വിചാരം വാട്സപ്പിലേക്ക് എൻക്വയറി വരിക, അതിന് മറുപടി കൊടുക്കുക, അത് തന്നെയാണ് ഞങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യണം? അതിനെ മാറ്റണം. അതിന് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പെർഫോമൻസ് ആഡ്സ് ഞാൻ പറഞ്ഞല്ലോ, ഈ പെർഫോമൻസ് ആഡ്സ് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 എൻക്വയറി അല്ല വരുന്നത്. ആ എൻക്വയറി എന്ന് പറഞ്ഞാൽ ഇപ്പം നാളെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 1000 എൻക്വയറി ആയിരിക്കും നമ്മൾ കമ്മിറ്റ് ചെയ്യും. ഓക്കെ, നാളെ 1000 എൻക്വയറീസ് വരും. അപ്പോൾ നമ്മളുടെ എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സിസ്റ്റിംഗ് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ സിസ്റ്റം മുഴുവൻ പൊട്ടിപ്പോവും. അപ്പോൾ ഈ വന്ന കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? അവർക്ക് പ്രോപ്പർ സർവീസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മളുടെ അടുത്ത് അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അപ്പോൾ ആ ബ്രാൻഡിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രോപ്പറായിട്ട് ഒരു ഇ-കൊമേഴ്സ് സ്റ്റോറിന് ഉപയോഗിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ എൻക്വയറീസും നമ്മൾ എന്ത് ചെയ്യണം? നേരെ നമ്മളുടെ ഡയറക്റ്റ്ലി നമ്മുടെ സ്റ്റോറിലേക്കാണ്, ഓൺലൈൻ സ്റ്റോറിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമറിൻ്റെ എല്ലാ ഡാറ്റാസും അവരുടെ ആ ഒരു നമ്മളുടെ വെബ്സൈറ്റ് അതിനെ ട്രാക്ക് ചെയ്യും, അവരുടെ പിക്സലിനെ. അപ്പോൾ എന്ത് ചെയ്തു? അവരുടെ ഈവൻ നമ്പർ പോലും കിട്ടാണ്ട് ആ കസ്റ്റമറെ നമ്മൾ അക്വയർ ചെയ്തു. നമ്മുടെ വെബ്സൈറ്റിൽ വന്ന് ടച്ച് ചെയ്യിച്ചു. ഗൂഗിൾ അനലിറ്റിക്സും മെറ്റാ പിക്സൽസും ഇതൊക്കെ വെച്ചിട്ട് അവർ നമ്മുടെ ആളായി, അക്വയർ ചെയ്തു. കൺവേർട്ട് ആയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അക്വിസിഷൻ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് എന്താണോ, അവരുടെ ബിസിനസ് എന്താണോ അതിന് വേണ്ടിയിട്ട് പ്രിസൈസ് ആയിട്ടുള്ള ലാൻഡിങ് പേജസ് നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. നമ്മളുടെ പ്രൊഡക്റ്റ് പേജ് ആവാം, അല്ലെങ്കിൽ അതിന് വേണ്ടി ലാൻഡ്. ഇപ്പം ഞാനൊരു റെസ്റ്റോറൻ്റ് ആണ്, അപ്പോൾ എനിക്ക് ഓഫീസിലെ സ്റ്റാമ്പിൻ്റെ ആവശ്യം എനിക്ക് ഉണ്ടാവില്ല. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ആൾക്ക് വേണ്ടത് എന്തായിരിക്കും? സ്റ്റാമ്പ് ചെയ്യണത്, ബ്രാൻഡിങ് പാക്കേജിങ് ചെയ്യേണ്ടത്, സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ചോക്ലേറ്റ്സ് ചെയ്യേണ്ടത് ഇതായിരിക്കും, അല്ലേ? അപ്പോൾ സ്റ്റിക്കർ എംബോസ് ചെയ്യണമായിരിക്കും, ഇതായിരിക്കും. അപ്പോൾ എന്താണ്? ആ ആൾക്ക് സമയമില്ല, ആർക്കും സമയമില്ല. അപ്പം ഡെസിഷൻ എടുക്കാൻ സമയമില്ലാന്ന് മാത്രമല്ല, ആര് പെട്ടെന്ന് റെസ്പോൺസ് കൊടുക്കുന്നു അവർക്കാണ്. അപ്പോൾ ആർക്കും സമയമല്ല. ശരിക്കും അതാണ്, ആ സമയക്കുറവിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് വേണം? ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണ്, അപ്പോൾ എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ആഡ് കൊടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് റെസ്റ്റോറൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് പോകേണ്ടത്, ഉറപ്പായിട്ടും. എന്നിട്ട് ആ ആഡിൽ നിന്ന് ആൾ വരുമ്പോൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ട പ്രൊഡക്ട്സും അവർക്ക് വേണ്ട സർവീസസും അവർക്ക് വേണ്ട രീതിയിലുള്ള പ്രൈസും അതേപോലെ തന്നെ എന്താണ് അതിൽ കൊടുക്കേണ്ട എല്ലാം ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ചാറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? ഒരു ഡാഷ്ബോർഡ് പോലെ എല്ലാത്തിലുള്ള ആൻസർ നിങ്ങൾക്കറിയാം. ഒരു കസ്റ്റമർ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എന്തൊക്കെ ചോദിക്കുന്നുള്ള അറിയാം. യെസ്. അപ്പോൾ ഈ ഐഡിയാസ് ആണ് ഈ പറയുന്ന FAQs, ഇവരുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഇവരുടെ ഉള്ള എല്ലാ ഡൗട്ടുകൾക്കും ഉള്ള പരിഹാരം അതിൻ്റെ ഉള്ള ഉണ്ടാവും. രണ്ട് ഭാഗത്തെയും ടൈം ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് വരുമ്പോൾ അതായിരിക്കുമല്ലോ, എത്ര സമയം കൊണ്ട് കിട്ടും, എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം, അവരുടെ ലോഗോസ് വേണം, അവരുടെ ഡിസൈൻ വേണം, ഇതെല്ലാം വേണം എന്നുള്ളത്, അതെല്ലാം അതിൽ കൊടുക്കാം. രണ്ടാമത്തെ കാര്യം എന്താണ്? പ്രൈസ് ആയിരിക്കും. പ്രൈസിൽ നമുക്കറിയാം B2B വരുമ്പോൾ എപ്പോഴും ഒരു നെഗോസിയേഷൻ ഉണ്ടാവും, അല്ലേ? നിങ്ങളിപ്പോൾ ഒരു 1000 ദിർഹംസ് കൊടുക്കും, അപ്പോൾ അവർ ചോദിക്കും 500 തരുമെന്ന് ചോദിക്കും. അപ്പോൾ പറയും ഞങ്ങൾ എന്നാൽ ശരി ഞങ്ങൾ 800 തരാമെന്ന് പറയും. ഇതല്ല എല്ലാ സ്ഥലത്തും B2C പോലും ഡിസ്കൗണ്ട് ചോദിക്കുക എന്നുള്ളത് ഒരു ആചാരമാണ്. യെസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രൊഡക്റ്റ് പേജിൽ തന്നെ നമ്മളൊരു 3 ലെവൽ ഓഫ് പ്രൈസിങ് കൊടുക്കണം. മനസ്സിലായോ? ഓക്കെ. നമുക്കറിയാം നമുക്ക് ഓരോന്നിനും എടുക്കേണ്ട എഫേർട്ടും ടൈമിനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രൈസിങ് കൊടുക്കാം. ഞാൻ പിനാക്കിൾ സ്റ്റാമ്പിനെ പറയണത്. അതായത് ചില ക്ലയൻസിന് ഡിസൈൻ ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ടീം ഡിസൈൻ ചെയ്ത് അതിന് യു ഹാവ് ടു ചാർജ് എക്സ്ട്രാ, അല്ലാണ്ട് അത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കരുത്. മനസ്സിലായി? കാരണം ടൈമാണ് പോണത്, ഒരു എംപ്ലോയിയുടെ ടൈമാണ് പോണത്. രണ്ടാമത്തത് ചില കസ്റ്റമേഴ്സിന് കൂടുതൽ സമയം, അവർക്ക് നമ്പർ ഓഫ് ഐറ്റംസ് കൂടുതലുണ്ടാവും, അവിടെ നമുക്ക് കൂടുതൽ സമയം പോകുന്നുണ്ടാവും.
ചില കസ്റ്റമേഴ്സിന് ഒറ്റ പ്രൊഡക്റ്റ് മതിയായിരിക്കും. അപ്പോൾ ഈ പറയുന്ന നിങ്ങൾക്കറിയാം, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഓൾറെഡി ഉണ്ട് എന്താണ് ചോദിക്കണേന്നുള്ളത്. ഇത് കറക്റ്റായിട്ട് എങ്ങനെ സ്ലാബ് ഉണ്ടാക്കണം എന്നുള്ളത്, ആ പ്രൈസ്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്, മൂന്നാമത്തെ എന്താണ് ഇതിൻ്റെ ഡെലിവറി കാര്യങ്ങൾ, ഇതെല്ലാം, പിന്നെ ഇതിൻ്റെ ആഫ്റ്റർ സെയിൽസ് സർവീസ് എന്താണെന്ന്, ഈ മുഴുവൻ കാര്യങ്ങളും ഇൻ്റർനെറ്റിലേക്ക്, നമ്മളുടെ സ്റ്റോറിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു പേടിയും പേടിക്കണ്ട. അവിടെ നിന്ന് തന്നെ കസ്റ്റമർ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുക്കാം. ഡയറക്റ്റ്ലി പേയ്മെൻറ്റ് ഗേറ്റ് വേ ആഡ് ചെയ്യാം. അതിപ്പോൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ ഇൻ്റർനാഷണൽ ആണെന്നുണ്ടെങ്കിൽ സ്ട്രൈപ്പാണ്. ഇൻ്റർനാഷണൽ ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം പറ്റില്ല സ്ട്രൈപ്പിന്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ലോക്കൽ സ്പ്ലിറ്റ് പേയ്മെന്റ്സ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടാബി, തമാര, വലിയ ഓർഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഒരു കസ്റ്റമറിന് ആക്ഷൻ എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ രീതിയിൽ സ്കെയിലബിൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ചെയ്യുക. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര കസ്റ്റമേഴ്സ് വന്നാലും പേയ്മെൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ എക്സിക്യൂട്ടീവ്സ് സപ്പോർട്ടിന് വേണ്ടി മാത്രം സംസാരിച്ചാൽ മതി. കച്ചവടം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഇതാണ് പേയ്മെന്റ്, ക്യാഷ് ഓൺ ഡെലിവറി അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി എന്നുള്ളത്. ഇത് പേയ്മെന്റ് നമ്മൾ അതിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റിന് തലവേദനയില്ല, നമ്മളുടെ ടീം അതിനുവേണ്ടി വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ മുതലാണ് നമ്മൾ വാട്സപ്പ് ചാറ്റ് ശരിക്കും തുടങ്ങേണ്ടത്. അല്ലാണ്ട് കസ്റ്റമറിനെ പിടിക്കാനല്ല വാട്സപ്പ് ചാറ്റ് ചെയ്യേണ്ടത്. അത് പണ്ട് ചെയ്യണമായിരുന്നു. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, പക്ഷെ അത് 7 വർഷം മുമ്പ് അല്ലെങ്കിൽ 8 വർഷം മുമ്പ്. അപ്പോൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന പിനാക്കിൾ പോലും ഇപ്പോഴും ട്രഡീഷണൽ വേയിൽ തന്നെയാണ് ഉള്ളതെന്നാണ് എൻ്റെ സത്യം. അതിനാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് അതൊരു ഓൺലൈൻ ബിസിനസ് അല്ല. ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ് യു ഹാവ് ടു ഗെറ്റ് ഓർഡേഴ്സ് വന്ന് പൈസ പെട്ടിയിൽ വീണതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, നമ്മുടെ പണി തുടങ്ങാവുള്ളൂ. അപ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ബിസിനസ് നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ആവണം ഓൺലൈൻ ബിസിനസ്. അതിന് പ്രോപ്പർ സിസ്റ്റം വേണം. അപ്പോൾ ഇപ്പം നമ്മൾ ഇ-കൊമേഴ്സിൽ ഞാൻ പറഞ്ഞ പോലെ പ്രോപ്പർ ലാൻഡിംഗ് പേജ് കൊണ്ടുവന്നു, അതേപോലെ തന്നെ പ്രൈസിങ് കൊണ്ടുവന്നു, പേയ്മെൻറ്റ് ഓൺലൈനിൽ എടുക്കാനുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നു, കസ്റ്റമർ സപ്പോർട്ടിന് വാട്സപ്പ് നമ്മൾ ചാറ്റ് ഉപയോഗിക്കുന്നു. അതേപോലെ ഇനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ CRM വേണമല്ലോ. ഈ വന്നതൊക്കെ പ്രോപ്പർലി ചെയ്തു. CRM ആയാലും ഇപ്പൊ ഇതിന്റെ ബൗണ്ടറീസിലുള്ള എല്ലാ സിസ്റ്റം നമ്മൾ ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മളടുത്ത് ഒരു കീ എന്ന് പറയുന്നത് പ്രീമിയം വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് നമ്മളെ കയ്യിലുണ്ട്. അധികം ആൾക്കും സിസ്റ്റം ഉണ്ടാവും, പക്ഷെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവണമെന്നില്ല. പിനാക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് കസ്റ്റമർ എന്താ പറയാ ആക്സെപ്റ്റ് ചെയ്ത പ്രോഡക്ട്സ് നമ്മളുണ്ട്. അത് മതി. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു കസ്റ്റമർ ആണല്ലോ. ഞാനിപ്പോ 1 വർഷമായിട്ട് ഉപയോഗിക്കേണ്ട എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞാൻ ഇന്നേ വരെ നിങ്ങളെ വിളിച്ചിട്ടില്ല. പ്രൊഡക്റ്റ് തന്നു, എന്റെ ലോഗോ അയച്ചു തന്നു, പിറ്റേ ദിവസം ഡെലിവറി. ഒരു ഉദാഹരണം പറഞ്ഞാല് നമ്മളൊരു പെർമനന്റ് ഇങ്ക് സ്റ്റാമ്പിന് നോർമലി 5,000 ആണ് ഇംപ്രഷൻ നമ്മൾ കൊടുക്കുന്നത്. ഒരു കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ 36,000 ഗ്ലാസ്സിന് ഞാൻ സ്റ്റാമ്പ് ചെയ്തു. എന്നിട്ടും അവര് സർവീസ് ആൻഡ് സപ്പോർട്ട് ചോദിക്കാണ്. ഞങ്ങൾ അവരെ കൊണ്ട് വേറെ പുതിയ എടുപ്പിച്ചു. അല്ല, അതാണ് അത് ആ വാല്യൂ അഡീഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ കസ്റ്റമർ ആരും ഇതുവരെ നമ്മളെ വിട്ടുപോയിട്ടില്ല. പക്ഷെ ഇപ്പം വരുന്ന കസ്റ്റമർ മാക്സിമം ബൈ റെഫറൻസ് അവർ കസ്റ്റമേഴ്സ് തരുന്നുണ്ട്. എക്സിസ്റ്റിംഗ് കസ്റ്റമർ റിപ്പീറ്റ് ഓർഡേഴ്സ് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ഒരു നല്ല പ്രൊഡക്റ്റും നല്ലൊരു ടീമിനെയും ഉണ്ടാക്കി വെച്ചത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ബിസിനസ് ടീമാണ് നമ്മളെ സ്ട്രെങ്ത്. മാഷാഅല്ലാഹ്. അപ്പൊ അത് സ്കെയിൽ ചെയ്യാനായിട്ടുള്ള സിസ്റ്റംസ്, മാർക്കറ്റിംഗ്, സപ്ലൈ ചെയിൻ, ഇത് 3ഉം പ്രോപ്പർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഉറങ്ങിക്കിടന്നാലും നിങ്ങൾക്ക് ബിസിനസ് വരും. അപ്പൊ CRM ആണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതെ, CRM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ട് CRM. ഈ കസ്റ്റമർ അതിൽ വന്നു, അവർ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ വാട്ട് നെക്സ്റ്റ്, അത് ഒരു അസൈൻഡ് ഒരാളുടെ അടുത്തേക്ക് പോകണം. ആ ആൾ എന്ത് ചെയ്യണം, അത് കറക്റ്റ് ഇന്ന ടൈം നമ്മളൊരു സർവീസ് ലെവൽ എഗ്രിമെന്റ് വെക്കുക, ഒരു SLA വെക്കുക, ഇന്ന ടൈമിനുള്ളിൽ ഈ കസ്റ്റമറിന്റെ തീർത്ത് കഴിയണം എന്നുള്ളത്. ഓക്കെ, അത് തീർന്നില്ലെങ്കിൽ ഇറ്റ്സ് ഹിസ് പ്രോബ്ലം, ഓർ മേ ബി ദർ വിൽ ബി കസ്റ്റമറിന്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഡിലേ ആവും. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, കാരണം കസ്റ്റമർ ഓൾറെഡി പേ ചെയ്തു. ഇനി കച്ചവടം എടുക്കേണ്ടത് കസ്റ്റമറിന്റെ ആവശ്യമാണ്. അപ്പൊ പുള്ളി നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട് വരും. അതിനുള്ള ഒരു ട്രിക്കും കൂടിയാണ് പേയ്മെന്റ് ചെയ്യുന്നത്. നമ്മൾ പേയ്മെന്റ് ചെയ്യാണ്ട് ഒരു സർവീസ് എടുക്കുന്നിടത്തോളം കാലം ഇറ്റ്സ് നോട്ട് ഹിസ് പ്രയോറിറ്റി, ഇറ്റ്സ് അവർ പ്രയോറിറ്റി. അല്ലെ? ഇന്ന് ആ ഏതൊരാളുടെയും പ്രയോറിറ്റിയിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് CRM വഴി അസൈൻ ചെയ്ത് അതിനെ പ്രോപ്പർലി മോണിറ്റർ ചെയ്ത് കസ്റ്റമറിൻ്റെ അടുത്തേക്ക് എത്തുന്ന വരെയുള്ള ഡെലിവറി വരെയുള്ള സർവീസുകളെല്ലാം നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാം. മുൻപ് ഇതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഇന്ന് ഒന്നിനൊരു നോ ഇല്ല. അവിടെയാണ് AI കടന്നുവരവ്. അതിനെക്കുറിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ്, AI വന്ന ശരിക്കും പണി പോവും? AI വന്ന പണി പോവും,
100% പണി പോവും. ആരുടെ? ആ. എഐനെ ഉപയോഗിച്ചിട്ട് ഞാൻ ഇന്ന് ചെയ്യുന്ന പണി ഞാനത് ഒരു 2 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നത് 2 മിനിറ്റിൽ തീർക്കാൻ വേണ്ടി ഞാൻ പഠിച്ചില്ലെങ്കിൽ എൻ്റെ പണി പോവും. അപ്പോൾ ഒരു 3-4 വർഷം നമ്മൾ AI അഡോപ്റ്റ് ചെയ്യാണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഔട്ടാവും. 100%. അതായത് ഇപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും, ഓക്കെ എൻ്റെ പണി എനിക്ക് മാത്രം അറിയാവുള്ളൂ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ എൻ്റെ പണി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാനിപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് സർവീസുകളിൽ അതുപോലെ തന്നെ വലിയ കമ്പനീസിന് വേണ്ടിയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ അവർ ചെയ്യണമെന്നു വെച്ചാൽ മൈക്രോസോഫ്റ്റിൻ്റെ കോപ്പൈലറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജിമെയിൽ ത്രൂ അല്ലെങ്കിൽ നമ്മൾ ഓഫീസ് 365 ത്രൂ ആയിരിക്കും, ഔട്ട്ലുക്ക് ത്രൂ ആയിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ചെയ്യണം. ഉറപ്പായിട്ടും ഈ സാധനം മുഴുവൻ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ റൂട്ടീൻ. എനിക്ക് തോന്നുന്നു കോർപ്പറേറ്റ് ഒക്കെ ഇൻഫ്രാസ്ട്രക്ചറിനാണ് കൂടുതൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർ ഇൻഫ്രാസ്ട്രക്ചറിനാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മുഴുവൻ ലേൺ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളുടെ ഡെയിലി റുട്ടീൻസ്. നമ്മൾ വിചാരിക്കും നമ്മൾ അയക്കണ ഇമെയിൽ നമ്മൾ അപ്രൈസൽ ട്രാക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ കമ്പനീസും ചെയ്യുന്നുണ്ടെന്നല്ല ഞാൻ പറയണേ, വലിയ കമ്പനീസ് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇത് ലേൺ ചെയ്ത് ട്രെയിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു എന്താ നമ്മുടെ ഒരു ആവശ്യം അവിടെ ഇല്ലാണ്ടായി മാറും. നമ്മൾ ചാറ്റ് ബോട്ടിനെ പഠിപ്പിക്കുന്ന പോലെ ഈ സിസ്റ്റം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് പഠിക്കുന്നുണ്ട് ശരിക്കും. യെസ്, ഞാൻ അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. AI വന്ന് പണി പോകുമെന്ന് ചോദിച്ചതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ആമസോൺ. ഓക്കെ, ആമസോണിൻ്റെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, കേരളത്തിൽ ഒരുപാട് പേര് ആമസോണിൻ്റെ ബാക്ക് ആൻഡ് സർവീസസ് ചെയ്യുന്നുണ്ട്. അതായത് ചാറ്റ്സ് എടുക്കുന്നുണ്ട്. ആമസോൺ കാനഡ, ആമസോൺ US അല്ലെങ്കിൽ ആമസോണിൻ്റെ പല കൺട്രീസിൽ നിന്നുള്ള ചാറ്റ്സ് കേരളത്തിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്, ഫിലിപ്പീൻസിലേക്ക് പോകുന്നുണ്ട്, ജോർഡനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം AI വന്നതോടുകൂടി എന്ത് സംഭവിച്ചു? ഈ ചാറ്റ് ചെയ്യുന്നത് AIനെ ഉപയോഗിച്ചിട്ട് അവർ ചെയ്തു തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ചാറ്റിൽ നിന്നുകൊണ്ടിരുന്ന എത്ര പേരുടെ പണി പോയി എന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് എന്താണ് ചാറ്റ് ചെയ്യുന്നുള്ളത് ചാറ്റ് ബോട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യെസ്, ഇതൊരു റുട്ടീൻ സാധനങ്ങളാണ്. ഒരു കസ്റ്റമർ ചോദിക്കണതിന് എപ്പോഴും ഒരേ സാധനം നല്ല ഉണ്ടാവില്ല, അതിൻ്റെ പുതിയ സാധനം ഒന്നും ഉണ്ടാവില്ല. ഇത് അവർ പഠിച്ചു, ആ ചാറ്റ് വഴി അത് പോയി. ഇനി രണ്ടാമത്തെ കാര്യം, ബാങ്കിങ് മേഖലയാണ് ഇപ്പോൾ AI ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപ് നമ്മൾ പേയ്മെൻറ്റ് അടച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോൾ വന്നുകൊണ്ടിരുന്നത് എന്താണ്, നമ്മളുടെ ഒരു അവിടുത്തെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് വിളിച്ചിട്ടുണ്ട്. ഇപ്പം അത് മാറി. ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, UAE തന്നെ ഒരു മേജർ 3 ബാങ്ക് മുഴുവൻ അവരുടെ സർവീസസ് അതർ ദാൻ സെയിൽസിന് കൺവിൻസിങ് എന്തായാലും വേണമല്ലോ. ചില സമയത്ത് കൺവിൻസിങ് വേണ്ടി വരും. അതർ ദാൻ സെയിൽസ് അവരിപ്പോൾ AIനെയാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ റുട്ടീനായിട്ടുള്ള എന്ത് വർക്കുകളും നമുക്ക് AIനെ ട്രെയിൻ ചെയ്യാം. വെദർ അവിടെ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഇൻ്റർവെൻഷൻ ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും AI വന്നാൽ അത് മാറും. പക്ഷേ ആ AIനെ ഉപയോഗിക്കാൻ വേണ്ടി പഠിക്കണം, അത്രയേ ഉള്ളൂ. അത് നമുക്കറിയില്ലെങ്കിൽ കോഴ്സിനൊന്നും പോണ്ട, ഒരു കോഴ്സിനും പോണ്ട. അത് എനിക്ക് പഠിക്കാൻ കാശില്ല, എനിക്ക് ടൈമില്ല, ഇതല്ല ചെയ്യേണ്ടത്. നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തി ChatGPTയോ അല്ലെങ്കിൽ യൂട്യൂബോ വഴിയോ കിട്ടാത്ത ഒന്നും ഇന്ന് ലോകത്തില്ല. ഉറപ്പായിട്ടും. പക്ഷെ മാറേണ്ടത് എന്താണ്? നമ്മുടെ മൈൻഡ് സെറ്റ്. നമ്മൾ അതിനു വേണ്ടി പഠിക്കാൻ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. എനിക്ക് വളരെ സങ്കടകരമായ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു, ഞാൻ ഗവൺമെൻറ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് അവിടെ എന്താ നടക്കണമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ കൂടുതൽ മലയാളികളും ഉള്ളത് എന്താണ്, ഒരു പരിധി വരെ മലയാളികൾ വർക്ക് ചെയ്യുന്നത്, വർക്കിംഗ് എംപ്ലോയീസ് എന്ന് പറയുന്നത് ഒരു റുട്ടീൻ സാധനത്തിൽ അല്ലേ? സെയിൽസിലുള്ളവരെ മാറ്റി മാർക്കറ്റിംഗിലുള്ള ഒരു ക്ലറിക്കൽ ഒരു ഓഫീസ് ജോബുകളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഈ ഒരു സംഭവത്തിനാണ് ഏറ്റവും കൂടുതൽ ത്രെട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരിക്കലും അവരുടെ ജോലി പോവില്ല. പക്ഷേ എന്ത് ചെയ്യണം? എംപവർ ചെയ്യണം. അവർ മറ്റുള്ളവരെ AI ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്യണം? അവരവരുടെ കമ്പനീനെ പ്രൂവ് ചെയ്യണം. അതേപോലെ തന്നെ അവർ സെൽഫായിട്ട് അവർ ലേൺ ചെയ്ത് കോമ്പിറ്റൻ്റ് ആയി മാറണം. ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇന്ന് മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ മോട്ടിവേഷൻ സെഷൻസിൻ്റെ ഒരു ചാകര തന്നെയാണ്. പക്ഷേ ഈ ഡോറിൽ നിന്ന് പുറത്തു പോകുമ്പോഴത്തേക്ക് ആ മോട്ടിവേഷൻ തീർന്നു. അപ്പോൾ ഇതിന് പകരം എംപ്ലോയീസിനെ അപ്ഗ്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു സംവിധാനം കമ്പനികൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു കാലമല്ലേ? ഇപ്പോൾ കമ്പനികൾ, അതായത് മൾട്ടിനാഷണൽ കമ്പനീസ് എല്ലാവരും
അവരുടെ ഈവൻ UAE ഗവൺമെൻറ് കമ്പനീസ് അടക്കമുള്ള പ്രൈവറ്റ് മേഖലയിലുള്ള വലിയ കമ്പനീസ് എല്ലാവരും അവർ മോട്ടിവേഷൻ അല്ല കൊടുക്കണത്. അവർ മോട്ടിവേഷൻ കൊടുത്തൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ മോട്ടിവേഷൻ അല്ല, അവർ സ്കിൽ അപ്ഗ്രഡേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് AI ഉപയോഗിച്ചിട്ട് ഈവൻ ലീഡേഴ്സ് നമ്മൾ പറയും AI ഉപയോഗിച്ചാൽ നമ്മൾ സിഇഒയുടെ പണി പോകില്ല എന്ന് പറയും. സിഇഒന് വരെ AI പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ റീസെൻ്റ്ലി ദുബായ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ലീഡേഴ്സിനെ AI പഠിപ്പിക്കുന്ന ഒരു ഇത്. റീസെൻ്റ്ലി മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റി ഒരു ലീഡേഴ്സിനെ AI പഠിപ്പിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ AI വേണ്ടത് സാധാരണ ജോലിക്കാർക്ക് മാത്രമല്ല, ഏറ്റവും മുതിർന്ന കമ്പനിയുടെ ഓണർ, CEO എല്ലാവർക്കും വേണം AI ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് കോർപ്പറേറ്റ് ആണ്. SME സെക്ടറിൽ AI ആയാലും ഇന്നത്തെ സ്കിൽ അപ്ഗ്രേഡിംഗ് ആയാലും എന്ത് സജഷൻസ് ആണ് ഒറ്റ കാര്യം, ഇപ്പം നേരത്തെ ബഷീറൊക്കെ പറഞ്ഞ പോലെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മലയാളി ബിസിനസ്സുകളുടെ കാര്യം മാത്രം എടുക്കാം. നമ്മളിപ്പോൾ മലയാളത്തിൽ സംസാരിക്കണം, നമുക്ക് എംപവർ ചെയ്യാൻ പെട്ടെന്ന് പറ്റുന്നത് മലയാളികൾ തന്നെയാണ്. കാരണം AI വന്നത് പോലും ചാലഞ്ച് ചെയ്യാനല്ലേ, നമ്മൾ എംപവർ ചെയ്യാനാണ്. അപ്പോൾ ഇപ്പോൾ മോട്ടിവേഷൻ ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലോ നോക്കിയാൽ അറിയാം, ഫുള്ള് മോട്ടിവേഷനാണ്, എല്ലാവരും മോട്ടിവേഷനാണ് പറയണേ. പക്ഷേ എന്തുകൊണ്ട് കമ്പനീസ് സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കുന്നില്ല? ഉറപ്പായിട്ട് കൊടുക്കേണ്ടതാണെന്നാണ്. സ്കില്ല്, അതായത് അവരുടെ സ്കില്ല് AI ഓറിയൻറ്റഡ് ആയിട്ട്, അതായത് AI ഉപയോഗിച്ചിട്ട് അവരുടെ എക്സിസ്റ്റിംഗ് വർക്ക് എങ്ങനെ സ്പീഡിൽ, അതായത് ഇപ്പോൾ ഒരു 1x സ്പീഡിലാണ് പോകണമെങ്കിൽ AI ഉപയോഗിച്ചിട്ട് അത് 10x ആക്കാൻ വേണ്ടിയിട്ടുള്ള എംപ്ലോയിയെ കോമ്പറ്റീറ്റീവ് ആക്കുക. അപ്പോൾ എല്ലാവരും ഒരു പ്രധാന പ്രശ്നം, ഞാൻ ഇവനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവൻ നാളെ അപ്പുറത്തെ കമ്പനിയിലേക്ക് പോകും എന്നുള്ളൊരു സാധനമാണ്. പക്ഷേ എന്നും എംപ്ലോയീസിനെ ലോയലായിട്ട് നിർത്താൻ പറ്റുന്ന ഒരുപാട് ടെക്നിക്കുകളുണ്ട്, അത് നന്നായിട്ട് ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഒരിക്കലും കോമ്പിറ്റൻ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് നല്ല റെമ്യൂണറേഷൻ, നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയർ കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾ പോലും പുറത്തു പോകില്ല. സത്യമല്ലേ? ഞാൻ എൻ്റെ ടീമിനോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ജോലി തന്നൊന്നും ഒരിക്കലും പറയാറില്ല. നിങ്ങൾ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നുള്ളതാണ്. അതെ, സത്യമാണത്. ശരിക്കും അത് പറയൽ മാത്രമല്ല, അതാണ് സത്യം. അതെ. അപ്പോൾ എംപ്ലോയീസിനെ കോമ്പിറ്റൻ്റ് ആക്കുക. അതുകൊണ്ട് എംപ്ലോയി അല്ല വളരുന്നത്, നമ്മുടെ കമ്പനിയാണ് വളരുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. അതെ, എംപ്ലോയി അവരുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അവരും വളരുന്നുണ്ട്. അതിന്റെ ആസ് എ റിസൾട്ട് കമ്പനിയാണ് ശരിക്കും വളർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറയാം, മുൻപ് നമുക്ക് ഇപ്പോൾ മാർക്കറ്റിംഗ്, ഇപ്പം ഞാൻ നിൽക്കുന്ന മാർക്കറ്റിങ്ങിലാണ്. മുമ്പൊരു സ്റ്റോർ ഡെവലപ്പ് ചെയ്യണം, ഇ-കൊമേഴ്സ് സ്റ്റോർ ഡെവലപ്പ് ചെയ്യണം, വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യണം, ഇതെല്ലാം ചെയ്യണം, ലോഗോ ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മിനിറ്റുകൾ മതി, ഒരു ക്ലിക്കിൽ എല്ലാം നടക്കും. ഒരു ക്ലിക്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ എല്ലാം നടക്കും. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രൊജക്റ്റ് ചെയ്തു. ഞാൻ മാർക്കറ്റിംഗ് കൂടെ പോയി, ഞാനും വൈഫും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ കറങ്ങും. അപ്പം ഞങ്ങൾ പോയിപ്പോൾ ഒരു ഷോപ്പിൽ ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ആ ഷോപ്പിൽ തിരക്ക്. അപ്പം ഞാനത് നോക്കി, എന്താണ് ആ ഷോപ്പിൽ അവർ വിൽക്കുന്നത്, എന്താണ് അതിൻ്റെ സംഭവം എന്നുള്ള ഞാൻ മനസ്സിലാക്കി. ഞാൻ അപ്പം തന്നെ ഞാൻ തിരിച്ചു വന്നു, ആ ഷോപ്പിൽ നിന്ന് തന്നെ അവരുടെ പ്രൊഡക്റ്റ് വാങ്ങി. ഞാൻ വീട്ടിൽ വന്നു, ഞാൻ തന്നെ ഒരു ലോഗോ ഡിസൈൻ ചെയ്ത്, ഞാൻ തന്നെ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത്, പേയ്മെൻറ്റ് ഗേറ്റ്വേ കണക്ട് ചെയ്തു, ആഡ് കൊടുത്തു, പിറ്റേ ദിവസം കച്ചവടം ചെയ്ത് ഡെലിവറി സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ സോഴ്സും ഈ തിരക്കുള്ള ഷോപ്പിൽ നിന്ന്, അതേ ഷോപ്പിൽ നിന്ന് തന്നെ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഞാൻ ഇ-കൊമേഴ്സിൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നു. വെരി നെക്സ്റ്റ് ഡേ. അപ്പോൾ ഓപ്പർച്യൂണിറ്റി തരിക എന്നുള്ളതാണ്, ഹണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇ-കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഏറ്റവും ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇല്ലാത്ത പ്രൊഡക്റ്റ് ഉണ്ടാക്കണേക്കാളും കൂടുതൽ അവർ ശ്രമിക്കേണ്ടത് നമ്മളുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ മതി. ഇപ്പം എനിക്ക് ബഷീർക്ക സ്റ്റാമ്പ് ഉണ്ടാക്കുന്ന ആളാണ്, എനിക്ക് ബഷീർ കാർഡ് നിന്ന് സ്റ്റാമ്പ് മേടിച്ചിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കൺട്രി, ഞാൻ ആ കൺട്രി മാത്രം ഫോക്കസ് ചെയ്താൽ മതി, എനിക്ക് ബിസിനസ് എനിക്കും കൂടിയാണ്. യെസ്. അപ്പം നമ്മൾ ഇ-കൊമേഴ്സ് ചെയ്യുന്നത് ഒരു ബിസിനസ്സിനെ തളർത്തല്ല. ഇപ്പം ഞാൻ ആ കടയിൽ നിന്ന്, ഞാൻ ആ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത് വഴി അവരുടെ ബിസിനസ് കൂടിയേ, ഞാൻ പോയിട്ട് വേറെ തുടങ്ങല്ല ചെയ്തത്. അവരുടെ അടുത്ത് അവർ വിൽക്കണ എന്ത് പ്രൈസിനാണോ അതേ പ്രൈസിന് തന്നെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണ് ഞാൻ ഇ-കൊമേഴ്സിൽ ചെയ്തത്. അപ്പം ഇ-കൊമേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ബിസിനസ്സിന് തളർത്തല്ല ചെയ്യുന്നത്, അതിനെ ഗ്രോ ചെയ്യുക ചെയ്യുന്നത്, അല്ലേ? അതേപോലെ തന്നെയാണ് AI വന്നു കഴിഞ്ഞാൽ ആരുടെയും പണി AI കളയില്ല, അതിനെ സ്പീഡ് കൂട്ടാണ് ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ആ കമ്പനിക്ക് പെട്ടെന്ന് വളരാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ കമ്പനിക്ക് പുതിയ പുതിയ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റും, പുതിയ പുതിയ സർവീസുകൾ ആഡ് ചെയ്യാൻ പറ്റും, പുതിയ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്ന് AI എല്ലാവരും ഒരു പേടിയോട് കൂടിയാണ് ബിസിനസ്സുകാർ ഇപ്പോൾ കാണുന്നത്. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഒരു പേടിയും പേടിക്കേണ്ട. നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ എംപ്ലോയീസിനെ, അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം, അതിൻ്റെ ഓണർമാർ സ്വയം AI വെച്ച് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പനീനെ വളർത്തും. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഓണർമാരും AI പഠിക്കണം എന്ന് പറയാനുള്ളത്.
ഇവിടുത്തെ ഒരു വലിയൊരു ഫാമിലി ഉണ്ട്, UAE റിനോൺഡ് എമിറാത്തി ഫാമിലിയാണ്. അതിൻ്റെ CEO, അതിൻ്റെ ഓണർ, അപ്പോൾ പുള്ളി ഉപയോഗിക്കുന്നത് ഒരു AI ടൂളാണ്. അപ്പോൾ മുമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എല്ലാത്തിനും കൺസൾട്ടന്റുമാരെ എടുക്കുമായിരുന്നു, മനസ്സിലായോ? അപ്പോൾ അവരെന്ത് ചെയ്യുമായിരുന്നു, അവരിങ്ങനെ പഠിച്ചുകൊണ്ട് വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു. ഇന്ന് പുള്ളി, ഞാൻ ആ ആളായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഉപയോഗിക്കുന്നത് ഒരു AI ടൂളാണ്. ഞാൻ മനുസ് MANUS, നിങ്ങൾക്കറിയാം, മെറ്റ അതിനെ വാങ്ങിച്ചു, മെറ്റ റീസെൻ്റ്ലി അതിനെ വാങ്ങിച്ചു. ഞാൻ ഉപയോഗിക്കണ അതാണ്. എനിക്ക് വേണ്ട എല്ലാ റിസർച്ചും എനിക്ക് വേണ്ട എല്ലാ പരിപാടികളും ഞാൻ അതിൽ നിന്ന് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ എത്ര കോസ്റ്റാണ് എനിക്ക് അവിടെ കട്ട് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. അതിനുള്ളൊരു ഗുണം ഞാൻ കാണുന്നത്, ഇപ്പോൾ ഒരു സ്റ്റാഫ് വന്നിട്ട് ഒരു അഭിപ്രായം പറയുമ്പം ഞാൻ പഠിച്ചിട്ട് പറയാം എന്ന് എനിക്ക് പറയാൻ പറ്റും. യെസ്, പഠിച്ചിട്ട് പറയാന്നല്ല, അപ്പം പറയാം ആ സ്റ്റാഫ് പറഞ്ഞത് റെലവൻ്റ് ആണോ, അവൻ പറഞ്ഞത് കാര്യമാണോ എന്നുള്ളത് ഒരൊറ്റ അടിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടും. കാരണം നമ്മളുടെ ബിസിനസ്സിൻ്റെ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് ആ ഐഡിയ അതിലേക്ക് ഡംപ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറയും. അപ്പോൾ ഡെസിഷൻ മേക്കിംഗ് ഫാസ്റ്ററാക്കി, അല്ലേ? അതേപോലെ തന്നെ കസ്റ്റമറിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ ഫാസ്റ്ററാക്കി, സിസ്റ്റത്തിനെ ഫാസ്റ്ററാക്കി. അപ്പോൾ ഇത്രയും ഫാസ്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിയല്ലേ ഗ്രോ ചെയ്യുന്നത്. തീർച്ചയായും. ഇപ്പം ഞാനൊരു e-commerce തുടങ്ങി, ലൈസൻസ് എടുത്തു, വളരെ ഈസിയാണ്, അറിയാം, സ്റ്റോർ ബിൽഡ് ചെയ്തു, പെർഫോമൻസ് മാർക്കറ്റിങ്ങിൻ്റെ കുറിച്ചൊക്കെ എനിക്കറിയാം. പക്ഷെ ഇതിനൊന്നും എനിക്ക് സമയമില്ല. എത്ര പെട്ടെന്ന് എനിക്ക് ഇതിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും? എല്ലാവരും പ്രശ്നം ഇന്ന് സമയമാണ്. ഐ നീഡ് ദ റിസൾട്ട് ടുമോറോ. യെസ്, സമയമാണ് എല്ലാവരുടെയും വലുത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഞാനൊരു ഷോപ്പിൽ പോയി അവിടെ തിരക്ക് കണ്ട് ഞാൻ ആ പ്രൊഡക്റ്റ് എടുത്ത് ഞാൻ e-commerceൽ സെല്ല് ചെയ്യാൻ എനിക്ക് വേണ്ടത് ഒരു ദിവസത്തെ സമയം എടുത്തത്. ആ ഒരു ദിവസം വേണ്ടി എനിക്ക് സമയം ഉണ്ടാകുന്നത് 2 മണിക്കൂറിലും ചെയ്യാമായിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് കമ്പനി ആണെന്നിരിക്കട്ടെ, ഇവിടെ ഓൾറെഡി അവർക്ക് ബിസിനസ് ഉണ്ട്, അവർക്ക് e-commerceലേക്ക് വരാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മതി. എന്തുകൊണ്ടാണ്? ഭയങ്കര വലിയ വെബ്സൈറ്റോ കാര്യങ്ങളോ ഡിസൈനോ അതോ ഇതോ ഉണ്ടാക്കണതിന് ചിലപ്പോൾ സമയമെടുക്കും. അതല്ല അവരുടെ പ്രൊഡക്റ്റ് അവർക്ക് ഓൺലൈനിലേക്ക് ആ ഒരു സ്റ്റോർ ഫ്രണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എ മാറ്റർ ഓഫ് എ ഡേ. പക്ഷേ പ്രോപ്പറായിട്ട് അവരുടെ പ്രൊഡക്റ്റ് ഫോട്ടോസും പ്രൊഡക്റ്റിൻ്റെ പ്രൈസിങ്ങും പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനും സ്പെസിഫിക്കേഷനും എല്ലാം ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പം നിങ്ങൾക്ക് പിനാക്കിളിനെ എങ്ങനെ പോകണമെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന ഒരു പ്രൊസീജിയർ, ഒരു SOP ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ അവർക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിന് അവർ ചൂസ് ചെയ്യുന്ന കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഏജൻസി റൈറ്റ് പീപ്പിൾ ആയിരിക്കണം എന്നുള്ള വലിയ ഇമ്പോർട്ടൻറ്റ്. യെസ്, അവിടെ ഏജൻസിനെയോ അല്ലെങ്കിൽ കൺസൾട്ടന്റിനെ ചൂസ് ചെയ്യുമ്പോൾ ഒരൊറ്റ കാര്യമാണ് ചെയ്യേണ്ടത്, വെദർ ദേ സ്റ്റാർട്ടഡ് എ സിമിലർ കൈൻഡ് ഓഫ് ബിസിനസ്സസ് ഓർ അവർ ഇതേപോലെ തന്നെ ബിസിനസ് റൺ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണോ അവരുടെ ടീമിലുള്ളത്, അല്ലെങ്കിൽ അവർക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളത് അറിയലാണ്. അതല്ലാണ്ട് ഒരു ഏജൻസി വന്നിട്ട് 20,000 ദിറത്തിൻ്റെ കോട്ട് കൊടുത്തു, ഒരു ഏജൻസി വന്നിട്ട് 15,000 ദിറത്തിൻ്റെ കോട്ട് കൊടുത്തു, ഒരു ഏജൻസി 5,000 കൊടുത്തു, ഒരു ഏജൻസി 2,000 കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. വെറുതെ കോട്ട് മാത്രം കണ്ട് ഡെസിഷൻ മേക്ക് ചെയ്യരുത്. റാദർ അതിൻ്റെ പിന്നിലുള്ള ആൾക്കാരെ സംസാരിച്ച് അവരുടെ സ്കില്ലിനെ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഫൈനലൈസ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് നമ്മളെ പോർട്ട്ഫോളിയോയിൽ നേരത്തെ എക്സിസ്റ്റിംഗ് എക്സ്പീരിയൻസ് ഉണ്ടോയെന്നും കൂടി അറ്റ്ലീസ്റ്റ് അതെങ്കിലും നോക്കിയിട്ട് മാത്രം. ഇന്ന് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിന്ന് ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയ നാളെ മുതൽ അയാൾ സ്ട്രാറ്റജിസ്റ്റാണ്. അങ്ങനെയുള്ള ആളുകളല്ല വേണ്ടത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിങ്ങോ പ്രോപ്പർലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ആ പഠിക്കേണ്ടത് ആ ബിസിനസ്സിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നതിന് പകരം ഞാനിപ്പോൾ നാളെ ചെയ്യാൻ പോകണമെന്ന് ഇപ്പോൾ ബഷീർക്ക് എൻ്റെ അടുത്ത് പറയാണ്, വസീമ നാളെ മുതൽ എനിക്ക് കച്ചവടം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഓക്കെ ബഷീർക്ക, ഞാൻ കൂടെ ഇരിക്കാം, എനിക്ക് ഇന്ന കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ബഷീർക്കാടെ ഐഡിയ ഞാൻ ഇത് ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ ChatGPT നോക്കിയ ഐഡിയോ അല്ലെങ്കിൽ എവിടെ നോക്കിയ ഐഡിയ അല്ല ഉപയോഗിക്കുന്നത്. ഒരു ചാറ്റ് ബോട്ടിന് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഞാൻ വസീമിന് എന്റെ കാര്യങ്ങൾ പറഞ്ഞു അത് പറഞ്ഞു തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഐഡിയ ആണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലാണ്ട് എന്റെ ഐഡിയ നിങ്ങളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുകയല്ല ചെയ്യണം. അത് വർക്ക് ചെയ്യില്ല. അപ്പം ഞാൻ ഈ ഇത്രയും സമയം നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് ഒരു ന്യൂ കമർ e-commerce ബിസിനസ് തുടങ്ങുന്നതിനേക്കാളും ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് നിലവിലുള്ള SME കുറിച്ച് സംസാരിക്കും. ഓക്കെ, ഈ നിലവിലുള്ള ബിസിനസ് ചെയ്യുന്ന SMEകൾ നിർബന്ധമായിട്ടും e-commerceൽ വന്നിരിക്കണം. അതെ, അവർ ലൈസൻസ് എടുക്കണ പോലെ തന്നെ അവരുടെ ഒരു ഓൺലൈൻ സ്റ്റോർ ഫ്രണ്ട് അവർക്ക് ഉണ്ടായിരിക്കണം. അതിന് നമ്മളിപ്പോൾ ഒരു ഷോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്റീരിയറിന് സ്പെൻഡ് ചെയ്യില്ലേ, അതേപോലെ തന്നെയാണ് ഒരു ഷോപ്പ് എടുത്ത ഒരു e-commerceന് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. സ്പെൻഡ് ചെയ്താൽ ഉറപ്പായിട്ടും അതിന് ഡിഫറൻസ് ഉണ്ടാവും. അപ്പം പ്രൊഡക്റ്റ് മാത്രം നന്നായ പോരാ, സിസ്റ്റം ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. സിസ്റ്റം അതുപോലെ തന്നെ ഡിജിറ്റൽ സ്റ്റോർ ഫ്രണ്ടും വെർച്വലിയും നമ്മൾക്ക് ആ പ്രൊഡക്റ്റോ ഒരു സർവീസോ സെല് ചെയ്യാനുള്ള സ്റ്റോർ ഫ്രണ്ടും കൂടി ഉണ്ടായിരിക്കണം. ഓക്കെ, ഫിസിക്കലും വേണം വെർച്വലും വേണം. ഇനി
ഫിസിക്കൽ ഇല്ലെങ്കിൽ വെർച്വലായിട്ട് മാത്രം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്കറിയാം. അതെ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. പക്ഷെ പിനാക്കിൾ നമ്മൾ റെസ്റ്റ് എടുത്തിട്ടില്ല. നമ്മളൊരു ടേക്ക് ഓഫിനുള്ള പ്രിപ്പറേഷനിലാണ്. നമ്മളെ മീഡിയ ടീമും ഫുൾ ബിസിയാണ്. നമ്മളെ നിലവിലുള്ള പിനാക്കിളിൻ്റെ പുതിയ വീഡിയോസ്, പുതിയ കണ്ടന്റ്, പ്രൊഡക്റ്റ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഡെലിവറി എങ്ങനെ ഫാസ്റ്റ് ആക്കാം. കാരണം ഈ ഒരു സെറ്റ് ബാക്ക് എന്തായാലും ഒരു ഭയങ്കര ബൂമിങ്ങിലേക്കാണ് തിരിച്ചു വരാൻ പോകുന്നത്. ഈ ഒരു സിറ്റുവേഷന് വസീമിന്റെ എക്സ്പീരിയൻസ് എന്താണ്? എന്തായിരിക്കും ഇതിന്റെ ഒരു ഔട്ട്കം എന്ന് പറഞ്ഞാൽ വലിയ ഉപകാരം. ഞാനിപ്പോൾ ഇവിടെ ഞാൻ യു എയിൽ വന്ന ഉടനെ തന്നെ, ഞാൻ 2018 യു എയിൽ വന്നത്. ഞാൻ വന്ന് ഉടനെ തന്നെയാണ് കൊറോണ വന്നത്. അതെ അതെ, വെരി ചലഞ്ചിങ് പീരീഡ് അല്ലേ കൊറോണ വന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ പഴയ കമ്പനിയിൽ ഹോട്ട് പാക്ക് അവിടെ ഇ കൊമേഴ്സ് ബിൽഡ് ചെയ്തത് കൊണ്ട് കൊറോണ സമയത്ത് അവർക്കൊരു വെർച്വൽ സ്റ്റോർ ഫ്രണ്ട് ഉണ്ടായി. അതോടുകൂടി അത് സ്കെയിലപ്പായി. മനസ്സിലായി, ബാലൻസ് വലിയ രീതിയിൽ ബാലൻസ് ചെയ്യുന്നല്ല, അതൊരു സ്റ്റോർ ഫ്രണ്ട് ആയി മാറി, അതൊരു ഓപ്പർച്യൂണിറ്റി ആയി മാറി. അപ്പോൾ അതിൽ നിന്ന് ഞാനും പഠിച്ചു, കമ്പനിയും പഠിച്ചു, അങ്ങനെ അതുവഴി ഇ കൊമേഴ്സിനെ സ്കെയിൽ ചെയ്തു. ഇനി രണ്ടാമത് അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും. ഇപ്പോൾ സപ്ലൈ ചെയിനിൽ ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നല്ല കമ്പനീസിനും അതേപോലെ തന്നെ ന്യൂ കമേഴ്സിനും ഒരേപോലെ അഡ്വാൻറ്റേജ് ഉള്ള സമയമാണ്. അതായത് ഇപ്പോൾ ഈ മാർക്കറ്റിലെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രൊഡക്റ്റ് ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അതിലും വില കുറച്ച് വേറൊരാൾ കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, രണ്ടുപേരുടെയും കയ്യിൽ നിന്നായിരിക്കും കാശ് പോകുന്നത്. ആർക്കും ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് അത് വരില്ല. വിലയുടെ കാര്യം പറഞ്ഞ പിനാക്കിളിന്റെ സ്ട്രാറ്റജി, നമ്മൾ പ്രൈസ് കുറക്കാറില്ല. അത്രയും അടുത്ത ആളുകളായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രീ കൊടുക്കും. അതെ, അത് തന്നെ. അതാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റും വില കുറച്ച് കൊടുക്കണേലല്ല അതിൻ്റെ ഒരു കാര്യം ഇരിക്കണം. അപ്പോൾ ഇപ്പോൾ എന്താണ്, മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ബിസിനസ് ചെയ്യാൻ ഇത്ര ഈസിയാണ് ഇത് യു എ. അപ്പോൾ എല്ലാവരും ബിസിനസ് തുടങ്ങി ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നു, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സെല്ല് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇങ്ങനെയുള്ള ഇടനിലക്കാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, ഫിൽട്ടർ ചെയ്യപ്പെടുന്നു. അതായത് നല്ല നല്ല ആളുകൾക്ക് വീണ്ടും കച്ചവടം ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണത്. അതായത് മോശമായിട്ട് ബിസിനസ് ചെയ്യുന്ന, പ്രോപ്പർ ക്യാഷ് ഫ്ലോ ഇല്ലാത്ത ബിസിനസ്സുകളെല്ലാം താഴോട്ടേക്ക് പോകും. നല്ല ആളുകൾക്ക് അത് കൂടുതൽ ബെനിഫിഷ്യൽ ആവും. അതേപോലെ തന്നെ പുതുതായിട്ട് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിലുള്ള സർവീസസും നല്ല രീതിയിലുള്ള പ്രൊഡക്ട്സും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവരെല്ലാവരും ഗ്രോ ചെയ്യാനുള്ള ഒരു പീരീഡാണ്. ഈ ചലഞ്ചിങ് പീരീഡാണ് ഏറ്റവും ബെസ്റ്റ് ഗ്രോ ചെയ്യാൻ. ഇപ്പോൾ നമ്മളും ഇപ്പം ഞാൻ പറഞ്ഞു, ചലഞ്ചിങ് പീരീഡിലാണ് ഏറ്റവും നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി ഉറപ്പായിട്ടും. പക്ഷെ അതിന് എന്ത് നമ്മുടെ ചുറ്റും നടന്നാലും എൻ്റെ ഒരു പോളിസി വി സ്റ്റിൽ അലൈവ് എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. നമ്മൾ പണി എടുത്തുകൊണ്ടേയിരിക്കുക. അത് നിർത്തരുത്. അവിടെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കയറി നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം നടക്കും. അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പ്രശ്നം തീരുമ്പോൾ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി വരും, അതിനെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക. മറ്റേ പുലിമുരുകനിലൊരു ഡയലോഗ് ഉണ്ട്, പുലി പതുങ്ങുന്നത് കുതിക്കാനാണെന്നുള്ളത്. മനസ്സിലായ? അതേപോലെ നമ്മളൊന്ന് പതുങ്ങുന്നു, പക്ഷെ അത് എന്ത് ചെയ്യാനാണ്, കുതിക്കാനാണ്. അല്ലെ? ഒരു പുലിയോടാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ എല്ലാവരും പുലികളാണ് അവരവരുടെ മേഖലയിൽ. അല്ലെ? എല്ലാവർക്കും ഓരോ സ്കില്ലുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ അത്രേ ഉള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, സിറ്റുവേഷൻസ് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഈ ഒരു സ്റ്റക്ക് കുറെ കാലം ഒന്നും ഉണ്ടാവില്ലെങ്കിലും ഇപ്പം എല്ലാ ബിസിനസിനും ബാധിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഒരു രാജ്യത്ത് ഒരു പ്രതിസന്ധി വരുമ്പോൾ ബാധിക്കും. പക്ഷെ ഇതിന്റെ എനിക്ക് തോന്നുന്നു 3 times മോർ നമുക്ക് ബിസിനസ് കൂട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇതിലൂടെ വരും. ഉറപ്പായിട്ടും വരും. അത് പ്രത്യേകിച്ചും യു എയിൽ. അതെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ബിസിനസിനെ ഇത്ര സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം, അതുപോലെ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പൊ ഇന്ത്യക്കാർക്ക് അവർ തരുന്ന ഒരു പ്രിവിലേജ് എത്ര എന്നുള്ളത് വി ആർ എക്സ്പീരിയൻസിങ്. അതെ. അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം നമ്മളുടെ പ്രശ്നമല്ലത്, ഒരു കൺട്രിയുടെ പ്രശ്നം കൊണ്ട് വന്നതല്ല. സ്റ്റിൽ അവര് ഓരോ ആളുകളെയും സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. ടൂറിസ്റ്റുകളായിട്ട് വന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ടുള്ള താമസ ചെലവുകൾ കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. ഇനി പിന്നീട് വേറൊന്ന് പറയുന്നത്, ഇവരെല്ലാവരും ഒന്നാണ്. ഇവിടെ സിറ്റിസൺ എന്നില്ല, റെസിഡൻസ് എന്നില്ല, എല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു ഒറ്റ ഇതിലാണ്. അത് ഒരു രാജ്യത്ത് അങ്ങനെ കിട്ടില്ല, ഒരു വേർതിരിവില്ലാണ്ട്. ഇപ്പൊ കോഴിക്കോടുള്ള ഒരാള് മലപ്പുറത്ത് വന്നിട്ട് ആളാവാൻ വിടുവോ? ഇല്ല. പക്ഷെ ഈ രാജ്യത്ത് എത്ര കൺട്രീസ്, ഈ രാജ്യം തരുന്ന ഒരു കോൺഫിഡൻറ്റും സപ്പോർട്ടും, മാഷാല്ലാ, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ എല്ലാവരും, ഇപ്പം ഞാൻ ആദ്യമായിട്ട് ദുബായിൽ വന്നപ്പോഴും കേട്ട ഒരു കാര്യമാണ്, നമ്മൾ റൂമിൽ ഒന്ന് താമസിക്കുമ്പോൾ, ഞാനൊരു ബെഡ് സ്പേസിൽ താമസിച്ച ഒരാളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന ദുബായിലെ ഫസ്റ്റ് എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ ബെഡ് സ്പേസിൽ താമസിക്കുന്ന ആളുകളായിരിക്കും. അല്ലേ?
അവരപ്പോൾ പറയുമ്പോൾ ഒരാൾ പുതിയതായിട്ട് വന്ന് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് പറയുന്ന ഡയലോഗായിരിക്കും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരോടും പറഞ്ഞതായിരിക്കും ദുബായ് പണ്ടായിരുന്നു നല്ല, ഇപ്പോൾ ഒന്നുമല്ല എന്നുള്ള കേട്ടിട്ടായിരിക്കും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വന്നത്. പക്ഷേ ഈ ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അന്ന് അത് വന്ന് കേട്ടിട്ട് ഞാൻ തിരിച്ചു പോയി, അല്ലെങ്കിൽ ഞാനൊരു പണിക്കും കയറിയില്ല, ഞാൻ അവിടെ ഇരുന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ നിലയ്ക്ക് ഞാൻ എത്തില്ലാണ്. ദുബായ് എന്നും ദുബായ് അല്ല, യു എ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മളുടെ മേഖല എന്ത് മേഖലയായിക്കോട്ടെ, എനിക്കറിയാവുന്ന കാര്യത്തിൽ ഞാൻ പുലിയാണെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതിലും വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ള വേറൊരു കൺട്രി ഇല്ല. വീണ്ടും പറയണു, എനിക്കറിയാവുന്ന കാര്യത്തിൽ ഞാൻ പുലിയായിരിക്കണം. അത് ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ പുലി ആയിരിക്കണം നിർബന്ധമായിട്ടും. ഞാൻ എൻ്റെ ഒരു ഒറ്റ കാര്യം എടുത്താൽ മതി. ഞാൻ ഒരു സാധാരണ ഒരു ജോലിക്കാരനായിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷെ ഇന്ന് എനിക്ക് ഷോർട്ട് സ്പാൻ എനിക്ക് പഠിച്ചോൻ വേണ്ടി വെച്ചിട്ട് എനിക്ക് ഇന്ന് എത്തിപ്പെടാൻ പറ്റാത്ത ഒന്നും എനിക്കില്ല. മനസ്സിലായോ? എന്താന്ന് വെച്ചാൽ എൻ്റെ ആ ഒരു ഇൻഡസ്ട്രിയിൽ ആ ഇൻഡസ്ട്രിയിൽ ഞാൻ ലീഡർ ആയിരിക്കണം എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അത് നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് പറയുന്ന ഒരു ഇതുണ്ട്, നമ്മൾ ഗസാല ആയിക്കോട്ടെ, നമ്മൾ ഇപ്പോൾ സിംഹ ആയിക്കോട്ടെ, പുലി ആയിക്കോട്ടെ, രാവിലെ എണീറ്റ് ഓടണം. അതേപോലെ തന്നെ എംപവർ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, ട്രയൽ ചെയ്യുക, നമ്മളതിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യം നമ്മൾ നമ്മളെ ട്രസ്റ്റ് ചെയ്യാൻ പഠിക്കണം. യെസ്, നമ്മൾക്ക് കഴിവുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് നമ്മൾ തടുക്കാൻ പറ്റില്ല, ഒരു മനുഷ്യൻ തടുക്കുക. അല്ലാണ്ട് ഞാൻ എപ്പോഴും പറയണ ഒരു കാര്യമാണ്, ഇവിടെ ജോലിക്ക് വേണ്ടി വരുമ്പോൾ നമ്മൾ വെറുതെ ഒരു ജോലിക്ക് വേണ്ടി ഡിഗ്രി പഠിച്ച് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യമല്ല. നാട്ടിൽ നിന്നായാലും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ പഠിച്ചത് എന്താണോ അതിൽ നമ്മൾ സ്കിൽഡ് ആവുക. അതൊരു ചെറിയ ജോലി ആയിക്കോട്ടെ, അതൊരു ഓഫീസിലുള്ള ഒരു എംപ്ലോയി, ഒരു എൻട്രി ലെവൽ എംപ്ലോയി ആവട്ടെ, മീഡിയം ലെവൽ, സീനിയർ ലെവൽ ആവട്ടെ, ബോർഡ് ലെവൽ എംപ്ലോയി ആവട്ടെ, നമ്മുടെ കാര്യത്തിൽ നമ്മളുടെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ലീഡറായിരിക്കണം. അത് ഇപ്പം ചില കമ്പനികൾ നിങ്ങൾ പറഞ്ഞില്ല എല്ലാം വാല്യൂ ചെയ്യുന്നുണ്ട്, കമ്പനികൾ അപ്രൈസൽ എടുക്കുന്നുണ്ട്. ചില ആൾ ഷോ കാണിക്കാൻ വേണ്ടി ജോലി കാണിക്കുന്നവരുണ്ടാവും, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരുണ്ടാവും. ശരിക്കും മാനേജ്മെന്റിന് അവരെ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും, എല്ലാവർക്കും മനസ്സിലാവും. അല്ലാണ്ട് നമ്മൾ മറ്റേ പഴയ പോലെ ഷോ കാണിച്ചാലൊന്നും പിടിച്ചിരിക്കാൻ വേണ്ടി പറ്റില്ല. അവിടെയാണ് ചാലഞ്ച് വരുന്നത്. യെസ്, അതെല്ലാവർക്കും മനസ്സിലാവും. ഒറ്റ കാര്യം, നമ്മൾ പുലിയായിരിക്കാം. ഞാൻ എന്നും എൻ്റെ ഇതിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ മോഷ്ടിക്കരുത്, നമ്മൾ മയക്കുമരുന്ന് കച്ചവടം ചെയ്യരുത്, നമ്മൾ ഒരാളെ കൊല്ലരുത്, ധാർമ്മികതയ്ക്ക് എതിരായ ഒന്നും ചെയ്യരുത്. ബാക്കി ഇവിടെ ഈ യു എയിൽ ബാക്കി എന്തിനുള്ള ഫ്രീഡം ഉണ്ട്. ഈ 3 കാര്യങ്ങൾ വെച്ച് നിങ്ങൾ ഇവിടെ ഇല്ലാത്തൊരു ബിസിനസ് ആയിക്കോട്ടെ, ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നമുക്ക് നേരിട്ട് ഗവൺമെന്റ് അടുത്ത് പോവാം, എനിക്ക് ഈ ഐഡിയ ഉണ്ട്, ഇതിനുള്ള സപ്പോർട്ട് എനിക്ക് വേണം എന്ന് പറയുമ്പോൾ ഞാൻ പോയിട്ടുള്ള ആളാണ്, എനിക്ക് അങ്ങനെ സപ്പോർട്ട് കിട്ടിയേക്കുന്ന ആളാണ്. ഈവൻ എനിക്ക് വേണ്ട ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പുതിയൊരു കോൺട്രാക്ട് ഇത് വന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ അവർ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അത് എനിക്ക് മാത്രമല്ല ഏതൊരാൾക്കും ആ സപ്പോർട്ട് കിട്ടും. കോണ്ടന്റ് ക്രിയേറ്റർക്ക് ഗോൾഡൻ വിസ കൊടുക്കുന്ന ഒരു രാജ്യം യു എ അല്ലാതെ വേറെ എവിടെയുള്ള. അതേപോലെ തന്നെ എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ നമ്മൾ ലീഡർ ആവാം, നമ്മുടെ കാര്യത്തിൽ നമ്മൾ ലീഡർ ആവാം, നമ്മളുടെ കമ്പനി ലീഡർ ആവാം. ഞാൻ എന്നും എൻ്റെ ഇതിൽ പിടിക്കുന്നതാണ്, ഞാൻ നിൽക്കുന്ന ഒരു കമ്പനിയാണെന്ന് അത് ആ ഇതിലെ ഏറ്റവും വലിയ കമ്പനിയാക്കി മാറ്റാന്നുള്ളതാണ്. ഞാൻ അവിടുത്തെ ഏറ്റവും നല്ല, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും നല്ല എംപ്ലോയി ആയിട്ട് ഞാൻ മാറണം, അല്ലെങ്കിൽ ഞാനൊരു ലീഡർ ആവണം എന്നുള്ളൊരു വാശി എനിക്ക് എപ്പോഴും. ആ ഒരു ഡിറ്റർമിനേഷനാണ് നമുക്ക് വേണ്ടത്. ആ ഡിറ്റർമിനേഷൻ എന്നും നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാണ്ട് ലേണിംഗ് അവസാനിക്കണം എന്നില്ല. ചെറിയൊരാളുടെ അടുത്തുനിന്ന് ലേണിങ് നമുക്ക് കിട്ടിയിരിക്കണം. ഇന്നിപ്പോൾ ബഷീർക്ക് പറഞ്ഞ പല കാര്യങ്ങളിൽ നിന്ന് ഞാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്, മനസ്സിലായോ? അപ്പോൾ അത് ലേണിംഗ് നിൽക്കുന്നില്ല. അപ്പോൾ വസീം എന്നും പറയുന്ന പോലെ എംപവർ ചെയ്യുക, കച്ചവടം ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്കറിയാവുന്ന കച്ചവടം ചെയ്യലാണ്, അത് നന്നായിട്ട് ചെയ്താൽ കൊമേഴ്സ് ആയാലും ഓൺലൈനിലായാലും എന്റെ യഥാർത്ഥമായ പച്ച മലയാളം കച്ചവടം ചെയ്യാന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ആ കച്ചവടം ചെയ്യാൻ എന്തൊക്കെ ചേരുവകൾ ചേർക്കണോ അതിനാണ് മാർക്കറ്റിംഗ് എന്ന് ഓൺലൈനിലൊക്കെ പറയുന്നത്. അതിൽ നമ്മളിപ്പോൾ പറയാറുണ്ട്, നല്ല ഒരു മുതലാളിക്ക്, നല്ലൊരു ബിസിനസ് ഓണർക്ക് അയാൾക്ക് വേണ്ട ആളുകളെ കറക്റ്റായിട്ട് അറിയാം. അതായത് എൻ്റെ സ്ട്രെങ്ത്തും എൻ്റെ വീക്ക്നെസ്സും കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ട്രെങ്ത് ഉള്ള കാര്യങ്ങളിൽ ഞാൻ നന്നായിട്ട് വരയ്ക്കുക, വീക്ക്നെസ് ഉള്ള കാര്യങ്ങളിൽ നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ബിസിനസ്സും വളരും. പിന്നെ ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ കച്ചവടം തന്നെയാണ്. അവിടെ നിന്ന് ഒരു സാധനം വാങ്ങിക്കുന്നു, ഇവിടെ കൊണ്ടുവരുന്നു, അത് കസ്റ്റമറിന് കൊടുക്കുന്നു. പണ്ടുള്ളവർ അരിക്കച്ചവടം ചെയ്തു, നമ്മൾ ഇന്ന് ഡിജിറ്റലി കച്ചവടം ചെയ്തു. അതന്നെ സെയിം, ഇതിന്റെ ബേസ് ഒന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയണേ,
എല്ലാവർക്കും ഇ കൊമേഴ്സ് ചെയ്യാം, ആർക്കും ചെയ്യാൻ പറ്റാത്തതായിട്ടില്ല. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ എന്തായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതുണ്ട്. ഇന്ന് വീട്ടമ്മമാർ ഇപ്പോൾ എംപവേർഡ് ആണ്. അവർക്ക് എന്ത് സാധ്യതയാണ് ഈ കൊമേഴ്സിൽ? ഒരുപാട് ഫാമിലീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ വെറുതെ സമയം എന്ത് ചെയ്യുമെന്നുള്ള ഒരു 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 സാധ്യത തേടുന്നവരുണ്ട്. അവരോട് എന്താണ് വസീമിന് പറയാനുള്ളത്? ഇപ്പം ഇവിടെ യു എയിൽ ഒരുപാട് ഇപ്പം വീട്ടമ്മമാർ പറഞ്ഞു, ഒരുപാട് പേര് ഹസ്ബൻഡിൻ്റെ വിസയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേറെ കുട്ടികളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വർക്കിന് പോകാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും ഗവൺമെൻറ് ഒരു പുതിയ ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ്? അതായത് ഇ ട്രേഡർ ലൈസൻസ് എന്ന് പറഞ്ഞിട്ടൊരു ലൈസൻസ് ഉണ്ട്, DED-യുടെ. അത് അബുദാബിയിലുണ്ട്, ദുബായിലുണ്ട്. ഇ ട്രേഡർ ലൈസൻസ് വെറും 1370 ദിർഹംസ്. അത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഓൺലൈനിൽ തന്നെ നമുക്ക് 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഒരു ലൈസൻസ്, ഒരു ക്രെഡിറ്റ് കാർഡും അല്ലെങ്കിൽ നമുക്ക് ഒരു വിസ ഇവിടെ ഉണ്ടായാൽ മാത്രമേ അതെടുത്തിട്ട് അവർ തുടങ്ങാം. അവർ തുടങ്ങേണ്ടത് എന്താണ്? സ്വന്തം അതൊന്നും വേണ്ട, അതായത് വിസ മാത്രം മതി. ആ ലൈസൻസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓൺലൈൻ സെല്ലിംഗ് ഉണ്ട്, പല 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 കാര്യങ്ങളുണ്ട്. അതിന്റെ ആക്ടിവിറ്റി നോക്കിയാൽ അറിയാം. നമുക്ക് ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട്. എൻ്റെ വൈഫ് അതെടുത്തിട്ടാണ് തുടങ്ങിയത്. ഇപ്പൊ 8 വർഷമായി. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഒട്ടകച്ചവടം എങ്ങനെ നന്നായി പോകുന്നുണ്ടല്ലേ? നന്നായി പോകുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര വലിയ രീതിയിലല്ല ചെയ്യുന്നത്, പക്ഷെ അവള് അതിൽ സന്തുഷ്ടയാണ്. മനസ്സിലായോ? അതായത് 8 വർഷം മുമ്പ് തുടങ്ങിയ ഒരു ബിസിനസ്, വീട്ടിൽ നിന്ന് തുടങ്ങിയ ഒരു ബിസിനസ് ഇന്ന് ഏകദേശം 35 രാജ്യങ്ങളിലുള്ള കസ്റ്റമേഴ്സിന് അവളുടെ പ്രൊഡക്റ്റ് ആൾ എത്തിച്ചു. ആ 35 രാജ്യത്തിലേക്ക് എത്തിക്കുക, എങ്ങനെ എത്തിക്കാന്ന് അറിയുന്ന ഒരാൾ കൂടെ ഉള്ളപ്പോൾ പിന്നെ അത് മാത്രം, അതെല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇല്ലെങ്കിൽ ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ആ കഴിവുള്ള ഒരാളുണ്ടല്ലോ, അതിനെ നമുക്ക് മനസ്സിലാക്കി എടുത്താൽ മതി. അതാണ് എൻ്റെ കഴിവ് എന്നുള്ളത്. ലാസ്റ്റ് ഞാൻ പറയാം, ഈവൻ ഗൂഗിൾ വരെയും ലാസ്റ്റ് നമ്മുടെ കസ്റ്റമർ ഗൂഗിളാണ്. ഗൂഗിളിന് വരെ നമ്മൾ അങ്ങോട്ടേക്ക് വെച്ചു. ഗൂഗിളിന്റെ പേയ്മെന്റ് നമുക്ക് വന്നു. അപ്പൊ അതൊരു വീട്ടമ്മയായിരുന്നു അവളൊരു സാധാ വീട്ടമ്മയായിരുന്നു. ആ ആളാണ് ഇങ്ങനെ എത്തിയത്. അപ്പോൾ ഈ ലൈസൻസ് എടുക്കുക, നമുക്ക് സ്വയം ഓരോ കഴിവുകൾ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓൺലൈനിൽ വീട്ടമ്മമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ചോദിച്ചു. ഇപ്പോൾ ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കണ്ടറിയാം. എല്ലാവരും ഓരോ പ്രൊഡക്റ്റ് എടുത്ത് വിൽക്കുന്നു, അല്ലേ? കാണുന്നില്ലേ? ഡ്രസ്സ് വിൽക്കുന്നു, ഓർണമെന്റ്സ് വിൽക്കുന്നു. പക്ഷെ ഇത് ഡ്രസ്സും ഓർണമെന്റും മാത്രമേ വിൽക്കണുള്ളൂ, പുതിയ ഓപ്പർച്യൂണിറ്റി തേടുന്നില്ല. ഞാൻ ഒരു ഒറ്റ കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ബഷീർക്കാടെ സ്റ്റാമ്പ് അല്ലേ, നാളെ ഒരു 100 വീട്ടമ്മമാർക്ക് ബഷീർക്കാക്ക് കച്ചവടം കൊടുക്കാൻ പറ്റും, അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമ്മുടെ B2B ഏജന്റ് ആക്കുക. യെസ്. അതായത് ഈ ഒരു 1370 ദിർഹത്തിന്റെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ദേ ആർ ഓൾസോ എ സെല്ലർ, അല്ലേ? അവര് ഓരോ ദിവസവും ഈ ബഷീർക്കാടെ പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ബ്രാൻഡും ബിൽഡ് ആവും. അവർക്ക് ഒരു വരുമാന മാർഗമാവും. 100 ദിർഹംസ് എങ്കിൽ 100 ദിർഹംസ് ഡെയിലി ഉണ്ടാക്കാം. കാരണം ഇതൊരു ഓൾറെഡി നിങ്ങൾ മാർക്കറ്റ് എന്താ പറയാ ഫിറ്റ് ആക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ്, അല്ലേ? ഇനി കൂടുതൽ വിസിബിലിറ്റി കൊടുത്ത ഓട്ടോമാറ്റിക്കലി അത് കൺവിൻസിങ്ങിന്റെ ആവശ്യമില്ല. അതേപോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റ് നമ്മളൊന്ന് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് നമ്മൾ തന്നെ അത് ചെയ്ത് ഡെലിവറി ചെയ്ത് ഇത് ചെയ്യാൻ നിൽക്കണ്ട. നേരെ മറിച്ച് നല്ല ഒരാൾക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള സ്കിൽ ഇന്ന് വേണ്ടത് നല്ല പ്രസന്റേഷൻ സ്കില്ലാണ്. അതില്ലെങ്കിൽ അത് അക്വയർ ചെയ്യണം, അല്ലേ? നല്ല ലാംഗ്വേജ് സ്കിൽസ് ആണ്. അത് ഇംഗ്ലീഷ് ഭയങ്കരമായിട്ട് പഠിക്കണം എന്നല്ല, മലയാളം അറിയാമെങ്കിൽ മലയാളം നന്നായിട്ട് പറയാം. മനസ്സിലായോ? തീർച്ചയായും. ആ ലാംഗ്വേജ് സ്കിൽസ് അക്വയർ ചെയ്യാം. പീപ്പിൾ സ്കിൽസ് ഏറ്റവും വേണ്ട 3 സ്കില്ലാണ്: ലാംഗ്വേജ് സ്കില്ല്, അതേപോലെ തന്നെ പീപ്പിൾ സ്കില്ല്, അതേപോലെ തന്നെ പ്രസന്റേഷൻ സ്കില്ല്. ഈ 3 സ്കില്ല് അക്വയർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഈ 3 സ്കില്ല് പഠിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഈ 3 സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും പിടിച്ചേക്കാം. ഈ 3 സ്കില്ല് ഈ വീട്ടമ്മമാരെ അക്വയർ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഏതെങ്കിലും ഒരു ബിസിനസ്സിൻ്റെ അടുത്ത് പോയിട്ട് അവർ പ്രൊഡക്റ്റ് എടുക്കണം എന്നില്ല. അവരുടെ പ്രൊഡക്റ്റ് ഇതുപോലെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ദേ ക്യാൻ ബി അവർക്ക് ഒരു വരുമാന മാർഗം കിട്ടും. ഇത് ഞാൻ പറയണ എല്ലാം ഞാൻ പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ്, വെറുതെ പറയണല്ല. അതുകൊണ്ടാണ് നമ്മളെ ഈ പിനാക്കിൾ സ്റ്റോറീസിലൂടെ ഒരു മെസ്സേജെങ്കിലും ഒരാൾക്ക് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ഈ ഒരു സബ്ജക്ട് വർത്താണ്. അത് എളുപ്പപ്പണിയല്ല. നമ്മളൊന്ന് കണ്ണൊന്നും കൂടി തുറന്നു നോക്കുക.
അതായത് നമ്മൾ കണ്ണ് സാധാരണ രീതിയിലല്ല തുറക്കണേ, അതെ ഒന്നും കൂടി ഒന്ന് കണ്ണ് തുറക്കാനുള്ള ഒരു പരിപാടി നമ്മൾ ചുറ്റിനും ഒന്ന് കണ്ണോടിച്ചാൽ തന്നെ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. അത് കേരളത്തിലാണെന്നുണ്ടെങ്കിലും യുഎയിലാണെന്നുണ്ടെങ്കിലും ഏത് രാജ്യത്താണെന്നുണ്ടെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ DD ലൈസൻസ് കൊണ്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റും, പറ്റും. ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ തുറക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുമില്ല. ബാങ്ക് അക്കൗണ്ട് തുറക്കണതിന് ഒരു തടസ്സമല്ല. അതേപോലെ തന്നെ ഇനിയിപ്പോൾ എക്സിസ്റ്റിംഗ് ബിസിനസ്സുകാരുടെ കാര്യം നേരത്തെ ചോദിച്ചു, അവർക്ക് ഇനി വേറെ ഇ കൊമേഴ്സ് ലൈസൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ആവശ്യമില്ല. അവർക്ക് ഓൾറെഡി ഉള്ള വീഡിയോ ചെയ്യാനുള്ള ലൈസൻസോ അവർക്ക് ആവശ്യമില്ല. അവർക്ക് ഒന്നിനും പുറത്തുള്ള ആഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ ഈ നാഷണൽ മീഡിയയുടെ ലൈസൻസ് എടുക്കണം. അതായത് നമുക്കൊരു കമ്പനിയോ ലൈസൻസോ ഒന്നുമില്ല, നമ്മളാകെ നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മൾ ഒരു ബിസിനസ്സിനെയോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ ഒരു സർവീസോ പ്രൊമോട്ട് ചെയ്യേണ്ടെങ്കിലാണ് നമുക്ക് അതിൻ്റെ കണ്ടന്റ് ക്രിയേറ്ററിൻ്റെ ലൈസൻസ് വേണ്ടതുള്ളൂ. അതല്ല ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ്സിന് ഇതൊന്നും വേണ്ട. അവർക്ക് ഇ കൊമേഴ്സ് തുടങ്ങുമോ, സോഷ്യൽ മീഡിയ തുടങ്ങുമോ, എന്ത് വേണമെങ്കിലും തുടങ്ങാം. ഒരു ലൈസൻസ് എന്ന് പറഞ്ഞാൽ വെദർ ഇറ്റ് ഈസ് എ ഫിസിക്കൽ ഷോപ്പ് ഓർ എ ഇ കൊമേഴ്സ് ഷോപ്പ്, അതിന് ഡിഫറൻസ് ഒന്നുമില്ല. അപ്പം ഞാനൊരു സോഷ്യൽ മീഡിയ ലൈസൻസ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറാണ്, കോണ്ടന്റ് ക്രിയേറ്ററാണ്. നിങ്ങളെ ബ്രാൻഡ് വേണമെങ്കിൽ ഞാൻ പ്രൊമോട്ട് ചെയ്ത് തരാം. യെസ്, അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്കത് അതിനുള്ള മീഡിയ ടീമുണ്ട്, അതേപോലെ തന്നെ നല്ല നല്ല സ്കില്ലുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പീപ്പിൾ, ഞാനിപ്പോൾ ബഷീർക്കാക്ക് ഇതിലുള്ള ഒരു കാര്യമാണ്, നല്ല പീപ്പിൾ സ്കില്ലുണ്ട്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നല്ല പ്രസൻറ്റേഷൻ സ്കില്ലുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ടീം ബാക്കപ്പ് ചെയ്യാനുണ്ട്. പിന്നെന്താ വേണ്ടത്? വായിലാവണ്ടാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. അതെ, അപ്പൊ അത് നമ്മൾ മുമ്പ് പറയും അത് എല്ലാവർക്കും കിട്ടുന്ന കഴിവല്ല. അതല്ല, ഞാൻ അതിനെതിരെ അല്ല, ഒന്നിന് തുനിഞ്ഞിറങ്ങിയാൽ ആ കഴിവ് എടുക്കാൻ ആ പറ്റും. കഴിവ് ഞാൻ ഇപ്പൊ ഈ പറയുന്ന എല്ലാ കാര്യവും ഞാൻ പഠിച്ചെടുത്ത് തന്നെയാണ്. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പോയി ഇരുന്ന് പഠിക്കില്ല തന്നെയാണ്. അറിയാൻ പാടില്ലാന്ന് തന്നെ നമ്മൾ തുറന്നു പറഞ്ഞ് നമ്മൾ പഠിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. നമുക്ക് എത്രത്തോളം ദാഹമുണ്ട് അത്രയധികം നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റും. യെസ്. അപ്പൊ ഇപ്പൊ നാട്ടിൽ നിന്ന് ഇപ്പൊ ജോലിക്ക് വരുന്ന ആളുകൾ, ഇവിടെ വരുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് ആയിട്ട് ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആളുകളുണ്ടാവും. നമ്മള് ബാക്കിയുള്ള സ്കില്ലുകളെല്ലാം പഠിക്കുന്നതിന് മുമ്പ് നമ്മളെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാനുള്ള സ്കില്ലാണ് പഠിക്കേണ്ടത്. ഇൻവെസ്റ്റ് ഓൺ യു. നമ്മളെ നന്നായിട്ട് നമ്മുടെ സ്കില്ലുകൾ പ്രസന്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പീപ്പിൾ സ്കിൽസ്, അതായത് നമ്മളെ കൂടെയുള്ള ആളുകൾ, അവരായിട്ട് നമ്മൾ എങ്ങനെ റാപ്പോ ബിൽഡ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാന്നുള്ളത്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഈ മൂന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ സ്കില്ലും പഠിപ്പിച്ചെടുക്കാം. എൻ്റെ ഒരു സുഹൃത്തിന്റെ അനുഭവം പറയാം. അവൻ വിസിറ്റിൽ വന്നു, അവൻ ജോലി കഴിവുണ്ട്, പക്ഷെ അവനെ ഒരു കമ്പനിയിൽ കയറണം. അവൻ ആദ്യം ആ കമ്പനിയുടെ സിഇഒയുടെ വണ്ടി ഏതാണെന്ന് കണ്ടുപിടിച്ചു, ഏത് സ്ലോട്ടിലാണ് പാർക്ക് ചെയ്യാന്ന് കണ്ടുപിടിച്ചു, അവിടുത്തെ സെക്യൂരിറ്റിയെ അന്വേഷിച്ചിട്ട്. ആ സിഇഒ വരുന്നതിന് 10 മിനിറ്റ് മുമ്പ് പാർക്കിങ്ങിൻ്റെ സ്ലോട്ടിൽ പോയി നിന്ന് അയാൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ സിഇഒ കണ്ടു, ഞാൻ ഇന്നതാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ അവന് ജോലി കിട്ടി. അതാണ് നമ്മൾ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ഓൺട്രപ്രണേഴ്സ്, ഇ കൊമേഴ്സ് ബിസിനസ് ഓണേഴ്സ് ഉണ്ടാവട്ടെ. അപ്പോൾ വസീം നമുക്ക് തന്ന മെസ്സേജ് ഈ വേൾഡ് മലയാളീസിനുള്ള മെസ്സേജും കൂടിയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. നമുക്ക് ഇനിയും കാണണം, കാരണം ഇതിൻ്റെ റെസ്പോൺസ് എന്താണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോസിൽ കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് സബ്ജക്റ്റ് ഡ്രിൽ ഡൗൺ ചെയ്തിട്ട് ഓരോ മേഖലകളിൽ എന്താണെന്നുള്ള എക്സ്പെർട്ടൈസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഉറപ്പായിട്ടും കൊണ്ടുവരാം. കാരണം അണ്ണാരക്കണ്ണന് തന്നാലായതെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ പിനാക്കിൾ സ്റ്റോറീസിലൂടെ ഒരാളെങ്കിലും പുഞ്ചിരിച്ച് കണ്ടാൽ മതി. ഉറപ്പായിട്ടും നടക്കും. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇപ്പൊ ഈ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ഇനിയും നമ്മൾ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത് കണ്ടു കഴിഞ്ഞിട്ട് കാശല്ല, കാശന് വേണം, ഒന്നാമത് ജീവിക്കാൻ പറ്റുള്ളൂ, വർത്താനം പറഞ്ഞ് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ചെയ്യാം. അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റും. അതെ, അത്രേ ഉള്ളൂ. യെസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എൻജോയ്.